Good morning, everyone. Welcome to Adda247 Malayalam channel. This is Rintu Sebastian, and welcome to the Hindu editorial analysis of 19th September 2022. എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി മൺഡേ. അപ്പോൾ ഒരു വീക്കെൻഡിനൊക്കെ ശേഷം വീണ്ടും നമ്മൾ തിങ്കളാഴ്ച ജോലിക്കാരൊക്കെ തിരിച്ച് ജോലിക്കും, അതുപോലെ പഠിക്കുന്ന കുട്ടികളൊക്കെ തിരിച്ച് പഠനത്തിലേട്ടും കയറുന്നൊരു ദിവസം. ഈ മോർണിംഗ് സിക്നെസ് ഒക്കെ ഉണ്ടാകുന്നൊരു സമയമാണല്ലേ മൺഡേ. പ്രത്യേകിച്ച് മൺഡേ ബ്ലൂസൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ദിവസമാണ്. പക്ഷേ ഇന്ന് വളരെ വളരെ ബ്രൈറ്റ് ഡേ ആണ്. ഇറ്റ്സ് എ സണ്ണി ഡേ ആൻഡ് ഇറ്റ്സ് ഗുഡ് ഡേ ടു ലേൺ സം വൊക്കാബ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് വൊക്കാബുലറി പഠിക്കാൻ പറ്റിയൊരു ദിവസമാണ്. കുറേ കാര്യങ്ങൾ, ജനറൽ അവയർനെസ് കിട്ടുന്ന കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയ ദിവസമാണ്. ആൻഡ് നല്ലൊരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദാറ്റ് ആർട്ടിക്കിൾ ഇൻ ഡീറ്റെയിൽ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുവാണ്. ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം. നമ്മുടെ SSCയുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു അല്ലേ, CGLൻ്റെ. ഇന്ന് വരും നാളെ വരും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം സാറ്റർഡേ നൈറ്റിൽ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വന്ന നോട്ടിഫിക്കേഷൻ ഒരുപാട് ചേഞ്ചുകളോടെയാണ് ഇത്തവണത്തെ CGL എക്സാം വന്നത്. പാറ്റേൺ ഡിഫറൻസ് ഉണ്ട്, കണ്ടു കാണുമായിരിക്കും അല്ലേ. മിനിഞ്ഞാന്നും ഇന്നലെയായിട്ട് വീഡിയോസ് ചെയ്തു. ഇനിയും നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ സിലബസ് വീഡിയോ ചെയ്യും, കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. നമ്മൾ അതിനുവേണ്ടി ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. കാര്യം നമുക്ക് നല്ല ഡീറ്റെയിൽഡ് ആയി ഫോക്കസ് ചെയ്ത് പോകണം. എക്സാം ഓറിയൻറ്റഡ് ഒരു ബാച്ച് നമുക്ക് പോകണം, എന്നിട്ടേ കാര്യം നടക്കുള്ളൂ. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഉടനെ അപ്ലൈ ചെയ്ത് തുടങ്ങിക്കോണം. ഓക്കെ. അപ്പോൾ അപ്ലിക്കേഷൻ ഫോം ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാം. അതിൽ ഇന്നലെ ബിനിൽ സാർ ഡിസ്കസ് ചെയ്ത ഈ പറയുന്ന CGLൻ്റെ നോട്ടിഫിക്കേഷൻ സ്ഥലത്ത് നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എഴുതിയൊരു കാര്യമുണ്ട്. റീഡിംഗ് കോംപ്രിഹെൻഷൻ ചോദിക്കുന്നത്, നിങ്ങളുടെ റീഡിംഗ് എബിലിറ്റി ചെക്ക് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ആൻ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ആൻ എക്സെപ്റ്റ് അല്ലെ, എക്സെപ്റ്റിൽ നിന്നോ അല്ലെങ്കിൽ ആർട്ടിക്കിൾ നിന്നോ. എന്തിൻ്റെ ആർട്ടിക്കിളാണ്? എഡിറ്റോറിയലിലെ ആർട്ടിക്കിൾ നിന്നാന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഞെട്ടി. എൻ്റെ പൊന്ന്, ഞാൻ എപ്പോഴും പറയുമായിരുന്നു പിള്ളേരോട്, ഇപ്പം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കൃത്യമായിട്ടൊക്കെ പറഞ്ഞു തരാണ് എഡിറ്റോറിയൽ നിന്നാണ് നിങ്ങളുടെ ആർട്ടിക്കിൾ വയ്ക്കുന്നത്, നിങ്ങൾ മര്യാദയ്ക്ക് അതൊന്ന് പഠിക്കുക. അപ്പോൾ ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റീഡിംഗ് എബിലിറ്റി കൂട്ടാൻ ഹിന്ദു ന്യൂസ് പേപ്പർ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ അത് വിട്ട് കളയരുതേ. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനോട് നിങ്ങൾക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ അതൊന്ന് ഓർക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് അവർ കോട്ട്. ഇന്നത്തെ കോട്ട് ഇതാണ്: സ്ട്രഗിൾ ഇസ് ജസ്റ്റ് അനദർ വേർഡ് ഫോർ ഗ്രോത്ത്. അല്ലേ, എൻ്റെ പൊന്നൊന്നും പറയണ്ട, ഭയങ്കര സ്ട്രഗിളാന്നേ. ഐ എം സ്ട്രഗ്ലിങ് എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. എന്താ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ, ഇങ്ങനെ ഉഷാറാണോ? ഒന്നും പറയണ്ട, ഐ എം സ്ട്രഗ്ലിങ്, ലൈഫ് ഈസ് എ സ്ട്രഗിൾ എന്നൊക്കെ ആൾക്കാർ പറയും. ലൈഫ് ഈസ് ഓൾവേസ് എ സ്ട്രഗിൾ. അങ്ങനെയാണല്ലേ. കാര്യം ഒന്ന് കഴിയുമ്പോൾ മറ്റൊരു പ്രശ്നം വരും നമുക്ക്. അതെന്തുകൊണ്ടെന്നറിയോ? നമ്മളെ കൂടുതൽ എന്ത് ചെയ്യും? അഡ്വഞ്ചറസ് ആക്കി മാറ്റുക ചെയ്യുന്നത്. ദാറ്റ് ഈസ് അനദർ വേർഡ് ഫോർ ഗ്രോത്ത്. നമ്മുടെ ഗ്രോത്ത്, നിന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ നീ ചെയ്യുമ്പോൾ യു അക്കംപ്ലിഷ് സംതിങ് ന്യൂ ആൻഡ് യു വിൽ ബി വിക്ടോറിയസ്. അപ്പോൾ വീണ്ടും നീ വിക്ടറി നേടും, പിന്നെ അടുത്ത മേഖലയിലോട്ട് പോകും. അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ സ്ട്രഗിൾ. ഓരോ എക്സാം വരുമ്പോഴേക്കും അത് പാടാകുമ്പോൾ നമ്മൾ പറയും, എൻ്റെ പൊന്നൊന്നും പറയണ്ടെന്ന് എക്സാമിൻ്റെ കാര്യത്തിൽ എന്നൊക്കെ പറയില്ലേ. അതുപോലെ ലൈഫിലെ ഓരോ കാര്യങ്ങൾ, ഈവൻറ്റ്സ് വരുമ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ ഇത്രയും പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, നമുക്ക് ഒരുപാട് എക്സാംസിന് നോട്ടിഫിക്കേഷൻസ് വന്നിട്ട് കിടപ്പുണ്ട്. ഇപ്പോൾ അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്യണം, പഠിക്കണം. കാരണം ഒരു എക്സാം മാത്രം ഫോക്കസ് ചെയ്തിരിക്കരുത്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, കോമ്പറ്റേറ്റീവ് എക്സാം ഇസ് ലൈക്ക് എ പൂൾ. നിങ്ങൾ അതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ, വൺസ് യു ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുളിച്ചേ കയറാൻ പറ്റുള്ളൂ. അതിൽ വേറെ മാറ്റമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമുക്ക് തുടങ്ങാം അല്ലേ? മതി, നമുക്ക് തുടങ്ങിയേക്കാം. അപ്പോൾ മറക്കണ്ട, സ്ട്രഗിൾ ഇസ് ജസ്റ്റ് അനദർ വേർഡ് ഫോർ ഗ്രോത്ത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത തന്നെ ഉണ്ടോ? നമ്മൾ ഉണ്ടെങ്കിൽ എന്താ ചെയ്യണമെന്ന് അറിയാം? പ്ലേ സ്റ്റോറിൽ പോവുക, Adda247 ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, യു വിൽ ഗെറ്റ് ഡെയിലി ക്വിസസ്, സബ്ജക്ട് വൈസ് ക്വിസസ് കിട്ടും, അതുപോലെ തന്നെ എക്സാം വൈസ് ക്വിസസ് കിട്ടും. പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക, മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. കറണ്ട് അഫയേഴ്സിൻ്റെ ബുള്ളറ്റിൻ പോയിന്റ്സ് കിട്ടും, അത് പഠിക്കുക. മാഗസീൻസും നോട്ട്സും ആർട്ടിക്കിൾസും ഒക്കെ കിട്ടും. ജോബ് അലേർട്ട്സും നോട്ടിഫിക്കേഷൻ ഒക്കെ വരും. ഒന്നും മിസ് ഔട്ട് ആവാതിരിക്കുക. ആപ്പിൽ കയറി ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും സൈൻ ഇൻ ചെയ്യണം. അപ്പോൾ സ്റ്റേറ്റ് എക്സാംസ് കളിക്കുക, എന്നിട്ട് കേരള എക്സാംസ് കളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മലയാളം കാര്യങ്ങളെല്ലാം കിട്ടും കേട്ടോ. കേരളത്തിലെ കോഴ്സസ് ആൻഡ് കേരളത്തിലെ കാര്യങ്ങളും ക്വിസസ് ഒക്കെ കിട്ടും. മൂവിങ് ഓൺ, ഇപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കുന്ന Adda247 മലയാളം ചാനലാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കാര്യം ഓരോ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒന്നും മിസ് ഔട്ട് ആവണ്ട. കൂടാതെ എക്സാം അനാലിസിസ്, PYQ, മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിൻ്റെ ഓരോ ക്ലാസ്സുകൾ, നിങ്ങൾക്ക് കണ്ടന്റ് ക്ലാസ്സുകൾ കിട്ടും, സ്ട്രാറ്റജി ക്ലാസ്സുകൾ കിട്ടും, അതുപോലെ ടിപ്സ് ആൻഡ് ട്രിക്സ് കിട്ടും. ടീച്ചേഴ്സിനോട് സംസാരിക്കാൻ നിങ്ങൾക്ക് ഓൺലൈനായിട്ട്, നിങ്ങൾ മോട്ടിവേഷണൽ വീഡിയോസ് കിട്ടും. എല്ലാം നിങ്ങൾക്ക് ഇവിടെ കിട്ടും. എല്ലാം ഇവിടെ കിട്ടും. അത് SSC ആയിക്കോട്ടെ, ബാങ്കിങ് ആയിക്കോട്ടെ, കേരള PSC ആയിക്കോട്ടെ, സുപ്രീം കോർട്ട് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഹൈക്കോർട്ട് ആയിക്കോട്ടെ, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആയിക്കോട്ടെ, എല്ലാ ക്ലാസ്സുകളും ഇവിടെ കിട്ടും. ഓക്കെ. അപ്പോൾ ഇന്ന് 19-ാം തീയതി, ഞാൻ പറഞ്ഞല്ലോ ഇന്നൊരു നല്ല ദിവസമാണ്. ഇറ്റ്സ് എ സണ്ണി ഡേ. മാത്രമല്ല നല്ലൊരു ന്യൂസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ വീഡിയോ ഡെയിലി 8:30 മുതൽ 9:30 or 9:45 വരെയൊക്കെ നമ്മുടെ ക്ലാസ്സുകൾ പോകും.
അത് അക്കോർഡിംഗ് ടു ഡിസ്കഷൻ അതങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. ഡിഫിക്കൽട്ട് ആർട്ടിക്കിളാണ്, കുറച്ചുകൂടി ടൈം എടുത്ത് നമ്മൾ ചെയ്യും എന്നുള്ളതാണ്. ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ സെൽഫ് ലേണിങ്ങിന് വേണ്ടിയിട്ടോ ഇംപ്രൂവ്മെൻറ്റ്, ലാംഗ്വേജ് ഇംപ്രൂവ്മെൻറ്റ് വരുന്നവർക്ക് ഒരു വളരെ ഉപകാരപ്രദമായ ഒരു സെഷനാണ്. അതിപ്പോൾ നിങ്ങൾ UPSC പഠിച്ചാലും KS, കേരള PSC, SSC, ഇൻഷുറൻസ് എക്സാംസ്, ബാങ്കിങ്, അതുപോലെ ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട്, ഏത് എക്സാമിന്, ഫുഡ് കോർപ്പറേഷൻ, ഏത് എക്സാമിന് അപ്പയർ ചെയ്യാൻ പോവുകയാണെങ്കിലും ഈ സെഷൻ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ആദ്യം തന്നെ ഞാൻ പറയാമല്ലോ, ജനറൽ അവയർനെസ്സിനെ പറ്റി നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്. ഈ സെഷനിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി പഠിക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ റീഡിങ് എബിലിറ്റി ആണ്. നിങ്ങൾ പോലും അറിയാം, നിങ്ങളുടെ കോംപ്രിഹെൻഷൻ സ്കിൽസ് നന്നായി മാറും. യു വിൽ ബി ഇംപ്രൂവിങ് എ ലോട്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. പിന്നെ ഒബ്വിയസ്ലി നമ്മൾ ഒരുപാട് വേർഡ്സ് പഠിക്കും, അതിൻ്റെ യൂസേജ് പഠിക്കും, അത് സ്ട്രക്ചർ ചെയ്യാൻ പഠിക്കും. സെൻറ്റൻസ് സ്ട്രക്ചർ ചെയ്യാൻ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് തരും. അതുപോലെ തന്നെ നമ്മൾ ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഒന്ന് റിവൈസ് ചെയ്ത് ഡെയിലി പോകും. കാരണം ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട്. അതുകൂടാതെ നമ്മുടെ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ പോലും അറിയാം, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, സ്പോക്കൺ ഇംഗ്ലീഷ് സ്കിൽസ് കൂടും. അപ്പോൾ നമുക്ക് നല്ല രസകരമായിട്ട് ഉഷാറായിട്ട് ചെയ്തു പോകാം. എൻ്റെ പേര് റിന്റു സെബാസ്റ്റ്യൻ. അപ്പോൾ ഇന്നൊരു നല്ല ദിവസം ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാ വെച്ചാൽ അങ്ങനെ അവസാനം പുടിൻ സമ്മതിച്ചു, നമുക്ക് റഷ്യ വോർ നിർത്തിവെച്ചു. ദിസ് ഈസ് എൻ എൻഡ് ഓഫ് ദ വോർ എറ. അപ്പോൾ വോർ പീരീഡ് നിന്നു കേട്ടോ. ഇനിയിപ്പോൾ വോറില്ല, റഷ്യ ഉക്രൈൻ വോർ നിന്നു. ജസ്റ്റ് അത് നിന്നപ്പോഴേക്കും അടുത്തൊരു സ്ഥലത്ത് വോർ പൊട്ടിമുളച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയും നമുക്കിത് ഡിസ്കസ് ചെയ്യണം. ദാറ്റ് ഇസ് സംതിങ് ബിഗ് ഇഷ്യൂ കേട്ടോ. അത് കുറച്ചൊരു ബിഗർ ഇഷ്യൂ ആണ്. കാരണം അർമേനിയയും അതുപോലെ തന്നെ അസർബൈജാൻ അവിടെയും കൂടെ ഒരു വോർ വന്നിട്ടുണ്ട്. ഈ പറയുന്ന അവിടെ വേറൊരു വോറിൻ്റെ ഒരു സൂചനകൾ അല്ലെങ്കിൽ തുടക്കം വെക്കുമ്പോൾ ഇവിടെ അത് നിന്നതിൻ്റെ ഒരു ആശ്വാസത്തെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ ദിവസം വോർ തുടങ്ങിയ പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ മോദിജി പോയിട്ട് പുടിനെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മീറ്റപ്പ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് സംതിങ് ക്രൂഷ്യൽ, നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വേൾഡ് പവേഴ്സിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ റഷ്യ. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. പക്ഷേ മറ്റേ ആർട്ടിക്കിൾ നിങ്ങൾ വായിക്കാതെ വിടരുത്. കാര്യം മറ്റേ ആർട്ടിക്കിൾ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ്, അതിലെ ബോർഡർ എന്താണ്, അർമേനിയയുടെ ഇൻവോൾവ്മെൻറ്റ്, എങ്ങനെ അർമേനിയ വന്നു, സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന കുറേ കൺട്രീസിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊരു ഡിസ്കഷൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ നോളജ്, ഹിസ്റ്റോറിക്കൽ നോളജ് കൂട്ടാനൊരു സെഷൻ ഹെൽപ്ഫുൾ ഒരു ആർട്ടിക്കിളാണത്. അപ്പോൾ ഒന്ന് വായിച്ചു വിട്ടാൽ നല്ലതായിരിക്കും. പക്ഷേ നമ്മൾ പ്രയോറിറ്റി കൊടുത്ത് വായിക്കാൻ പോകുന്നത് നമ്മുടെ റഷ്യയുടെ വോർ നിന്നു എന്നുള്ള കാര്യമായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. സുഖമായിട്ടിരിക്കുന്നല്ലോ, എല്ലാവരും ഉഷാറാണല്ലോ? ആണ്. ഓക്കെ, അത് കേട്ടാൽ മതി. എനിക്കത് കേൾക്കുമ്പോൾ തന്നെ സന്തോഷമാണ്. അപ്പോൾ നമുക്ക് താമസിപ്പിക്കേണ്ട കാര്യമില്ല, നമുക്ക് തുടങ്ങാം നമ്മുടെ ആർട്ടിക്കിൾ. അപ്പോൾ ഏതാണ് ആർട്ടിക്കിൾ എന്ന് ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ഫ്രേസൽ വേർബ്സ്, വൺ വേർഡ്സ് ആൻഡ് ഇഡിയംസ് നോക്കാം. അത് കുറച്ചുണ്ട്. പിന്നെ നമുക്ക് മറ്റ് വേർഡ്സ്, വൊക്കാബ്, സിനോണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സിലോട്ടൊക്കെ പോകാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ആർട്ടിക്കിൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാം. ആൻഡ് സ്പോട്ട് ദ ക്വസ്റ്റ്യൻ കൂടെ കിട്ടും നമുക്ക്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് അവർ ഫസ്റ്റ് ഫ്രേസ്. ആദ്യത്തെ ഫ്രേസ് പിടിച്ചോ, എൽബോ ഗ്രീസ്. എൽബോ ഗ്രീസ് എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? എൽബോ ഗ്രീസ് ഇപ്പോൾ ആലോചിക്കണം, എങ്ങനെയാണ് ഈ വാക്ക് വന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കണേ. ഈ എൽബോ ഗ്രീസ് എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ കൈമുട്ടിനാണ് എൽബോ എന്ന് പറയാം കേട്ടോ. കൈമുട്ടിനാണല്ലോ എൽബോ എന്ന് പറയാം. കാൽമുട്ടിന് നീസ് എന്നാണല്ലോ പറയാം. അപ്പോൾ നീ അല്ലെങ്കിൽ നീസ് രണ്ടെണ്ണം, പേഴ്സ് ഉണ്ട്. നീസ്, എൽബോ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം അല്ലേ? അപ്പോൾ എൽബോസ് പറഞ്ഞാൽ രണ്ടെണ്ണം, എൽബോ ഒന്ന്. അപ്പോൾ കൈമുട്ടിൽ കരി പറ്റുക അല്ലെങ്കിൽ ഗ്രീസ് പറ്റുക. എപ്പോഴാണ് ഗ്രീസ് പറ്റുക? നമ്മൾ നന്നായി കഷ്ടപ്പെട്ടാൽ മാത്രമേ ഗ്രീസ് പറ്റുള്ളൂ അല്ലേ? കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ നാട്ടുകാർ പറയില്ല, പണ്ട് പഴമക്കാർ പറഞ്ഞ പോലെ. അപ്പം എൽബോ ഗ്രീസ് എന്ന് എന്താ അർത്ഥം? ഹാർഡ് വർക്ക്, ലേബർ. കഷ്ടപ്പെട്ടാൽ അല്ലെ, കഷ്ടപ്പാട്, ഓർ ഹാർഡ് വർക്ക് ഓർ ലേബർ, അതിനെയാണ് നമ്മൾ എന്ത് പറയാം? എൽബോ ഗ്രീസ് എന്ന് പറയാം. മറക്കല്ലേ, എൽബോ ഗ്രീസ് എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ ലേബർ എന്നാണ്. ഓക്കെ, അതൊരു ഇൻഫോർമൽ യൂസേജ് ആണ്, ഫോർമൽ യൂസേജ് അല്ലേ പറയണം കേട്ടോ, ഓർത്ത് വെച്ചോ. അടുത്തത് ഹിഞ്ച് ഓൺ. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഹിഞ്ച് ഓൺ എന്ന്. ഹിഞ്ച് ഓൺ എന്ന് പറഞ്ഞാൽ ബി ഡിറ്റർമിൻഡ് ഓർ ഡിസൈഡഡ് ബൈ സംതിങ്. ഇന്നത് ഹിഞ്ചസ് ഓൺ. എടാ, ഇത് ഡിറ്റർമിൻ ചെയ്യുന്ന ഇന്നത് കൊണ്ടാണ്. യോർ വിക്ടറി ഹിഞ്ചസ് ഓൺ യോർ ഹാർഡ് വർക്ക്. നിന്റെ വിക്ടറി ഡിറ്റർമിൻ ചെയ്യുന്നത് എന്ത് വഴിയാ? നിന്റെ ഹാർഡ് വർക്ക് വഴിയാണ്. നീ എത്രത്തോളം കഷ്ടപ്പെടാൻ തയ്യാറാണ്, നീ എത്രത്തോളം എഫേർട്ട് ഇടാൻ തയ്യാറാണ്, നീ എത്രത്തോളം ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്, അതനുസരിച്ചാണ് നിന്റെ ഹാർഡ് വർക്ക്, നിന്റെ വിക്ടറി അല്ലെങ്കിൽ നിന്റെ അക്കംപ്ലിഷ്മെന്റ് ഡിറ്റർമിൻ ചെയ്യപ്പെടുക. ദാറ്റ് ഇസ് ഹിഞ്ച് ഓൺ. ഓർത്തോണം, ഫ്രേസൽ വേർബ് ആണ് ഹിഞ്ച് ഓൺ. അടുത്തത് കോൾ ഫോർ. ഇറ്റ് കോൾസ് ഫോർ എ സെലിബ്രേഷൻ. ആഹാ, ആണോ? നിനക്ക് ജോലി കിട്ടിയോ? നല്ല കാര്യം. അപ്പം നമുക്കിന്ന് പാർട്ടി വേണമല്ലോ, ചെലവ് വേണമല്ലോ. ഇറ്റ് കോൾസ് ഫോർ, ഇറ്റ് നീഡ്സ്, ഇറ്റ് ഡിമാൻഡ്സ് എന്നർത്ഥം. നീഡ്, ഡിമാൻഡ്, അതാണ് കോൾ ഫോർ എന്നും പറയുന്ന നമ്മുടെ എഡിറ്ററിൻ്റെ ഭയങ്കര എന്താ പറയുക, പുള്ളിയുടെ ഫേവറേറ്റ് ഫ്രേസൽ വേർബാണ് കോൾ ഫോർ. അടുത്തത് വാക്ക് ദ ടോക്ക്. നമുക്കൊരു ഈ വാക്ക് ദ ടോക്ക് എന്ന് പറയുമ്പോൾ പണ്ട് നമ്മൾ പഠിച്ച സമയത്ത് ഓർത്ത് വെച്ചോന്ന് എനിക്കറിയില്ല. ടോക്ക് ദ ടോക്ക്, ഡോണ്ട് ടോക്ക് ദ ടോക്ക് ആൻഡ് വാക്ക് ദ ടോക്ക് എന്നൊരു ഇതുണ്ട്, പ്രോവേർബ്.
ഒരു സേയിങ് ഉണ്ട്, ആക്സിയം ഉണ്ട്. എന്താണ്? ഡോണ്ട് ടോക്ക് ദ ടോക്ക് ബട്ട് വാക്ക് ദ ടോക്ക്. ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ, നടത്തി കാണിക്കുക. നമ്മൾ മലയാളത്തിൽ പറയില്ലേ, നടത്തി കാണിക്കുക. അത് തന്നെയാണ് ഇഡിയോമാറ്റിക് എക്സ്പ്രഷനാണ് വാക്ക് ദ ടോക്ക്. വാക്ക് ദ ടോക്ക് എന്ന് പറഞ്ഞാൽ ഡു വാട്ട് വൺ സെഡ് വൺ കുഡ് ഡു. നീ പറഞ്ഞില്ലായിരുന്നോ നീ ചെയ്യാന്ന്, ആ കാര്യം ആദ്യം ചെയ്ത് കാണിക്കുക. ദാറ്റ് ഈസ് വാക്ക് ദ ടോക്ക് അല്ലേ. പറച്ചിൽ പോരാ, പ്രവൃത്തി വരട്ടെ അല്ലേ, പ്രാക്ടിക്കൽസിലോട്ട് കാര്യം വരട്ടെ. പ്രൊഫസി മാത്രം പോരാ അല്ലേ, പ്രൊഫസ് ചെയ്താൽ പോരാ, പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ല, അത് പ്രാവർത്തികമാക്കുക എന്നാണ് വാക്ക് ദ ടോക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം, വാക്കിലെ ഫ്രേസിൻ്റെ അർത്ഥം. ഒരു ഇഡിയമാണ് വാക്ക് ദ ടോക്ക്. പക്ഷെ ഡോണ്ട് ടോക്ക് ദ ടോക്ക് ബട്ട് വാക്ക് ദ ടോക്ക് എന്ന് പറയുന്നത് ഒരു പ്രോവേർബാണ്, ഓർത്ത് വെച്ചാൽ മതി. അടുത്തത് വർക്ക് ഔട്ട്. ഐ വർക്ക് സംതിങ് ഔട്ട്. ഓക്കെ, ഞാൻ നോക്കട്ടെ, ഞാൻ എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യട്ടെ, ഡിവൈസ് ചെയ്യട്ടെ, ഫോർമുലേറ്റ് ചെയ്യട്ടെ എന്നുള്ള അർത്ഥമാണ് വർക്ക് ഔട്ട് അല്ലെ. ലെറ്റ്സ് വർക്ക് ഔട്ട് സം ക്വസ്റ്റ്യൻസ്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താൽ, വർക്ക് ഔട്ട് ചെയ്താൽ പിള്ളേരെ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഫോർമുലേറ്റ് ചെയ്യാന്നല്ല, ലെറ്റ് മീ വർക്ക് ഔട്ട് എ സൊല്യൂഷൻ ഫോർ ഇറ്റ്. ഞാനൊരു വഴി കണ്ടെത്തട്ടെ, ഫോർമുലേറ്റ് ചെയ്യട്ടെ, ഡിവൈസ് ചെയ്യട്ടെ എന്ന് വർക്ക് ഔട്ടിന് ഒരു അർത്ഥമുണ്ട്. അല്ലാതെ അർത്ഥം എന്താ, ലിറ്ററലി മാത്സിൽ വർക്ക് ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, കാൽക്കുലേറ്റ് ചെയ്യുക അല്ലേ, ഫൈൻഡ് ദ സം ഓഫ് സം അല്ലെ, SUM സം, അതിൻ്റെ സമ്മ് കണ്ടെത്തുക, അതിനാണ് വർക്ക് ഔട്ട് എന്ന് പറയാം. അപ്പോൾ വർക്ക് ഔട്ടിന് രണ്ട് മീനിങ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, വളരെ കോമൺ യൂസ്ഡ് ആണ്. അടുത്ത ഫ്ലെയർ അപ്പ്. അവിടെ ഹൈഫൻ മറക്കണ്ട, ഫ്ലെയർ അപ്പിൽ ഹൈഫൻ കേട്ടോ. ഹൈഫൻ എന്താ, ഹൈഫൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നൗൺ ആയിരിക്കും, ഇറ്റ്സ് നോട്ട് എ ഫ്രേസൽ വേർബ് എന്ന് മനസ്സിലുണ്ടായിരിക്കണം. എപ്പോഴും പറയുന്ന കാര്യമാണ്. ഫ്ലെയർ അപ്പ് എന്ന് പറഞ്ഞാൽ എ സഡൻ ഔട്ട് ബേസ്റ്റ്, എസ്പെഷ്യലി വയലൻസ് അല്ലേ, അല്ലെങ്കിൽ ഹോസ്റ്റിലിറ്റി. ഒരു ഫ്ലെയർ അപ്പ് വന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇന്ന്, അർമേനിയയും എന്താണ് പേര് മറന്നുപോയല്ലോ, അസർബൈജാൻ, യെസ്, അവർ ഹോസ്റ്റിലിറ്റി അല്ലെങ്കിൽ ഒരു വയലൻസ് പൊട്ടിമുളക്കിയ, ആ പൊട്ടിമുളക്കുന്നത് പെട്ടെന്നൊരു പൊട്ടിമുളക്കൽ ഓഫ് ആൻ ഔട്ട് ബേസ്റ്റ് എങ്കിൽ എന്താ പറയുക അതിന്, ഫ്ലെയർ അപ്പ് എന്ന് പറയാം. ഫ്ലെയർ അപ്പ്, ഫ്ലെയർ അപ്സ് എന്നൊക്കെ പറയും കേട്ടോ, പ്ലൂറലും ഉണ്ട്, ഓർത്തോണം. അടുത്ത ബ്രേക്ക് ഔട്ട്. ബ്രേക്ക് ഔട്ട് എന്താ, സ്റ്റാർട്ട് സഡൻലി, പെട്ടെന്നല്ലേ, വാർ ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ മ്യൂട്ടിനി ബ്രേക്സ് ഔട്ട് ബ്രോക്ക് ഔട്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, ബ്രേക്ക് ഔട്ട്. അതിനെയാണ് വിപ്ലവം, റവല്യൂഷൻ ബ്രോക്ക് ഔട്ട് ബിറ്റ്വീൻ ദ സിവിലിയൻസ് എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ അമംഗ് ദി സിവിലിയൻസ്, ബിറ്റ്വീൻ അല്ല, അമംഗ് ദി സിവിലിയൻസ്. അങ്ങനെ സ്റ്റാർട്ട് സഡൻലി, പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യപ്പെടുക. അല്ലെങ്കിൽ വേറെ ഒരെണ്ണമുണ്ട്, ഹീ ബ്രോക്ക് ഔട്ട് ഓഫ് ദ ജയിൽ, എസ്കേപ്പ് ചെയ്തു അല്ലേ, ജയിലിൽ ചാടി എന്നൊക്കെ പറയാം. ബ്രേക്ക് ഔട്ട് ചാടി എന്ന് ഓർത്തുകൊണ്ട് കേട്ടോ, ഒരു സ്ഥലത്ത് എസ്കേപ്പ് ചെയ്യാന്നൊരു അർത്ഥമുണ്ട്, മുങ്ങ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ രണ്ട് ബ്രേക്ക് ഔട്ടിനും രണ്ട് മീനിങ് ഉണ്ട്, ഓർത്ത് വെച്ചോണേ. അപ്പം നോക്കട്ടെ, KP കുട്ടൻ, എൻ്റെ KP കുട്ടൻ, നീ എന്നെ പുച്ഛിക്കുവാണോടാ രാവിലെ വന്നിട്ട്? കൊള്ളാം. ഓൾ വാർസ് ഇസ് സിംറ്റം ഓഫ് മാൻസ് ഫെയിലിയർ ആസ് എ തിങ്കിങ് ആനിമൽ. ദാറ്റ്സ് ഗ്രേറ്റ്. അതെ ആണ്. തോട്ട്ഫുൾ ആനിമൽ എന്ന് കൊടുക്കാം കേട്ടോ, കുറച്ചുകൂടെ നല്ല വൃത്തിയായിട്ട് പറയുകയാണ് സീലിൻ, തോട്ട്ഫുൾ ആനിമൽ എന്ന് കൊടുക്കാം. ML ഗുഡ് മോർണിംഗ്. വിക്ടറി ഇസ് എ റിസൾട്ട് ഓഫ് എൽബോ ഗ്രീസ്. ഷുവർ, ഓഫ് കോഴ്സ്. സിന്ധുസ് വിക്ടറി വാസ് നോട്ട് എ റോഡ് ടു ഡമാസ്കസ് മൊമെന്റ്, ഷി വോൺ ഇറ്റ് വിത്ത് ഹെർ എൽബോ ഗ്രീസ്. ദാറ്റ്സ് ഗ്രേറ്റ്. ആദർശേ, good morning, namaskaram. Supreme Court called for the records of lower court for deciding the issues properly. Great. Sonal, good morning. You cannot deter him from his goals. He hinges on. He subject singular അല്ലേ സിലിയൻ, അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ എങ്കിൽ വേർബും സിംഗുലർ കൊടുക്കണം. He hinges on turning the setbacks into stepping stones. Setbacks ഒറ്റ വാക്കാണ്, പ്രതിസന്ധികൾ, ഇഷ്യൂസ്, ഡിഫിക്കൽട്ടീസ്, പ്രോബ്ലംസ്. അപ്പോൾ സെറ്റ്ബാക്സ് ഒറ്റ വാക്ക് കേട്ടോ, അതോർത്തോണേ. അപ്പോൾ സെറ്റ് ബാക്ക് ഒറ്റ വാക്ക്. ആൻഡ് അടുത്തത് ഹിഞ്ചസ് ഓൺ, സബ്ജക്റ്റ് സിംഗുലർ, വേർബ് സിംഗുലർ കൊടുക്കണേ, സിലിയൻ ശ്രദ്ധിക്കാം. ദ Alliance Industry calls for requirement on next Thursday with more than 100 vacancies for financial assistant position. അതൊന്ന് ഉൾട്ടായി പോയല്ലോ, ഇതെത്തുള്ളൂ. ഇങ്ങനെ കൊടുക്കണേ ഉമ, സംഭവം സെറ്റാണ്, പക്ഷെ അതിൻ്റെ ഓർഡർ ഒന്ന് മാറിപ്പോയി. ദ അലയൻസ് ഇൻഡസ്ട്രീസ് കോൾസ് ഫോർ റിക്വയർമെന്റ് ഓഫ് more than 100 vacancies for financial assistant position on next Thursday എന്ന് പറയണം കേട്ടോ. എന്ന് കൊടുക്കാം, അത് കൊടുക്കണേ. അശ്വതി, ഗുഡ് മോർണിംഗ്. The government called for borrowing money from KIFBI in order to settle the dues. Great. Anupama, good morning. We should hinge on what we done അല്ല, we should hinge on what we have done. എന്താണോ നമ്മൾ ചെയ്തത്, വി ഹാവ് ഡൺ. വി കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വെറും വി3 കൊടുക്കാൻ പറ്റില്ല കേട്ടോ. MLA വെറും വി3 കൊടുത്താൽ ഇറ്റ് ഈസ് മീനിങ്ലെസ്. അവിടെ സബ്ജക്റ്റിന് ഒരു മീനിങ് ഇല്ല. വാട്ട് വി ഡിഡ് ആണെങ്കിൽ ഓക്കെയാണ്, അല്ലെങ്കിൽ നീ പാസൻസ് കൊടുത്തു, വാട്ട് വി ഡിഡ്. വി ഷുഡ് ഹിഞ്ച് ഓൺ വാട്ട് വി ഡിഡ്, നമ്മൾ എന്ത് ചെയ്തു. വാട്ട് വി ഡിഡും കറക്റ്റ് ആണ്, അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കൊടുക്കുക. വാട്ട് വി ഹാവ് ഡൺ, ഹാവിൻ്റെ കൂടെ വി3 വരാം കേട്ടോ, ശ്രദ്ധിച്ചോണത്. നന്ദീഷ, നമസ്കാരം, എന്നോണ്ട് വിശേഷം? റിക്രൂട്ട്മെന്റ് ആണ് മിസ്, ഒരു സെക്കൻഡ്. റിക്രൂട്ട്മെന്റ് മനസ്സിലായി, കോൾസ് ഫോർ റിക്രൂട്ട്മെന്റ്. സോറി, ഞാൻ വായിച്ചു വേറെയാണോ? റിക്രൂട്ട്മെന്റ് അല്ല ഞാൻ പറയണേ, ആ ഓർഡർ പറഞ്ഞു കേട്ടോ. ഉമ്മ, ദ അലയൻസ് ഇൻഡസ്ട്രി കോൾസ് ഫോർ റിക്രൂട്ട്മെന്റ് with more than 100 vacancies for financial assistant positions on next Thursday. അങ്ങനെ കൊടുക്കാം.
ഒരു ഓർഡർ മാത്രമേ ഞാൻ പറഞ്ഞുള്ളേ. Most victory wasn't at one blow. It was as a result of. It was as a result അല്ല. It was a result of. As a result of അല്ലടാ. It was a result of her elbow grease എന്ന് കൊടുക്കണേ ഷമാസേ. That's a grave issue and it calls for. It calls for, it demands, calls for. അവിടെ calls for വരുമ്പോഴാണ് സീൽ ചെയ്യുന്നത് ഫ്രേസൽ വെർബായ. വെറും calls വരരുത്. It calls for our attention എന്ന് കൊടുക്കുക കേട്ടോ. His parents had astonished because he walked the talk. ഞെട്ടിപ്പോയി എന്നല്ലേ കൊള്ളാം. Yes, talking the talk is much easier than walking the talk. That's great. I will hinge on my studies seriously from now on. That is great. Okay. അപ്പോൾ നോക്കി പിള്ളേരെ മറക്കണ്ട. Elbow grease, hinge on, call for, walk the talk, work out, flare up, break out. Moving on to next set. പിടിച്ചോ. Take place. അല്ലേ, take place സംഭവിക്കുക, ഒക്ക അല്ലെങ്കിൽ happen അല്ലേ, ഒക്ക അല്ലെങ്കിൽ happen, take place. കേട്ട് പരിചയമുണ്ടല്ലേ. അടുത്തത് give up. I'm not ready to give up. ഞാൻ ഗിവ് അപ്പ് ചെയ്യാൻ റെഡി അല്ല അല്ലേ. ഗിവ് അപ്പ് ചെയ്യാൻ മീൻസ് എന്ത് ചെയ്യാന്നാ പറയുന്നത്, അഡ്മിറ്റ് ചെയ്യാൻ അല്ലേ. അഡ്മിറ്റ് ഡിഫീറ്റ്, എന്ത് അഡ്മിറ്റ് ചെയ്യുന്നു, ഡിഫീറ്റ് അഡ്മിറ്റ് ചെയ്യാൻ ഞാൻ റെഡി അല്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഓർത്ത് വെച്ചോണേ. അപ്പോൾ ഗിവ് അപ്പ് മീൻസ് അഡ്മിറ്റ് ഡിഫീറ്റ്, സറണ്ടർ ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട്. മറക്കണ്ട, ഓർത്ത് വെച്ചോണം. സറണ്ടർ, അഡ്മിറ്റ് ഡിഫീറ്റ് എന്നൊക്കെ അല്ലേ. അടിയറവ് പറയാൻ ഞാൻ റെഡി അല്ല, ദാറ്റ് ഇസ് ഗിവ് അപ്പ്. അടുത്തത് ഓൺ ബിഹാഫ് ഓഫ്. നമ്മളിപ്പോഴും വോട്ട് ഓഫ് താങ്ക്സ് പറയുമ്പോൾ അല്ലെങ്കിൽ വെൽക്കം സ്പീച്ച് പറയുമ്പോഴൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഓൺ ബിഹാഫ് ഓഫ് എ കമ്പനി അല്ലെങ്കിൽ ഓൺ ബിഹാഫ് ഓഫ് മാനേജർ എന്നൊക്കെ പറയുന്നേക്കാം അല്ലെ. ആസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ്, ഇവിടുത്തെ റെപ്രസെൻറ്റേറ്റീവ് എന്ന നിരക്ക് എന്ന രീതിയിലാണ് അതിൻ്റെ അർത്ഥം. കേട്ട് പരിചയം ഉണ്ടായിരിക്കും. ഫോർമൽ യൂസേജ് ആണ് ഓൺ ബിഹാഫ് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് നോർമലി ഡ്യൂറിങ് ആ സ്പീച്ചിലൊക്കെ, ഫോർമൽ സ്പീച്ചിലൊക്കെ. പിന്നെ നിങ്ങൾ ഒരു ഫ്രേസാണ്, ഇറ്റ്സ് എ ഫ്രേസ്, ഓർത്തോണം. അടുത്തത് ഓൺ അക്കൗണ്ട് ഓഫ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഓൺ അക്കൗണ്ട് ഓഫ് എന്ന് പറയുമ്പോൾ ഒരു പിടി ലിറ്ററലി ഒരു പിടി ഫ്രേസസ് നിങ്ങൾക്ക് കിട്ടും. ഒന്ന് ഈസ് ബിക്കോസ് ഓഫ്, അടുത്തത് ഓവിങ് ടു, അടുത്തത് ഡ്യൂ ടു. ബിക്കോസ് ഓഫ് ഒരു ഫ്രേസ് ആണ് കേട്ടോ. ഓവിങ് ടു, ഡ്യൂ ടു, ഓവിങ് ടു, ഡ്യൂ ടു, ഓൺ അക്കൗണ്ട് ഓഫ് ഒരേ മീനിങ് ഉള്ള ഫ്രേസുകൾ ആണ് ഓവിങ് ടു, ഡ്യൂ ടു, ബിക്കോസ് ഓഫ് എന്നൊക്കെ ഉള്ളത്. ഓർത്ത് വെച്ചോണം. അടുത്തത് റീറ്റെയിൻ. റീറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, കണ്ടിന്യൂ ചെയ്ത് പോകുക എന്നൊരു അർത്ഥമില്ലേ. എന്നാൽ ഓർത്തോണേ, റീറ്റെയിൻ റീറ്റെയിൻ ദ കൺട്രോൾ എന്നൊക്കെ പറയുമ്പോൾ കീപ് പൊസഷൻ ഓഫ് സംതിങ്, എന്താണ് റീറ്റെയിൻ, കീപ് പൊസഷൻ ഓഫ് സംതിങ്. ഓർത്തോണേ, ദാറ്റ് ഇസ് റീറ്റെയിൻ. റീറ്റെയിൻ എന്ന വാക്കിൻ്റെ അർത്ഥം കീപ് പൊസഷൻ ഓഫ്. ഓർത്ത് വെച്ചോണം, മറക്കല്ലേ, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യമാണ് റീറ്റെയിൻ അല്ലേ. റീഗെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ തിരിച്ച് പിടിക്കുക. ബട്ട് റീറ്റെയിൻ ചെയ്യുക മീൻസ് പൊസിഷൻ കീപ്പ് ചെയ്ത് പൊക്കോണ്ടിരിക്കുക, ആ നിലയ്ക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പൊക്കോണ്ടിരിക്കുക. ദാറ്റ് ഇസ് റീറ്റെയിൻ. ഓർത്തോണേ, ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് as well. അപ്പോൾ ഓർക്കുക. അപ്പോൾ ടേക്ക് പ്ലേസ്, ഹാപ്പൻ ഒക്കെ അല്ലേ, ഗിവ് അപ്പ്, ഓൺ ബിഹാഫ് ഓഫ്, ഓൺ അക്കൗണ്ട് ഓഫ്, അതുപോലെ റീറ്റെയിൻ മറന്നു പോകണ്ട കേട്ടോ. ലെറ്റ് മീ റീഡ് ദ സെന്റൻസസ്. അപ്പോൾ യെസ്, കോൾസ് ഫോർ യെസ്. റഷ്യ വർക്ക്ഡ് ഔട്ട് അബൌട്ട് ഫ്യൂച്ചർ സിറ്റുവേഷൻ. അല്ലടാ, വർക്ക്സ് ഔട്ട് എബൌട്ട് വേണ്ട, വർക്ക്സ് ഔട്ട് എന്ത്, അവിടെ ഒബ്ജക്റ്റ് വേണം. റഷ്യ വർക്ക്സ് ഔട്ട് എ സൊല്യൂഷൻ ഫോർ ദ ഫ്യൂച്ചർ സിറ്റുവേഷൻ, വർക്ക്സ് ഔട്ട് എ പ്ലാൻ ഫോർ ദ ഫ്യൂച്ചർ സിറ്റുവേഷൻ എന്ന് കൊടുത്തോട്ടോ. അനുപി അവിടെ ഒരു ഒബ്ജക്റ്റ് ഇസ് നിർബന്ധം, കാരണം ഇത് ട്രാൻസിറ്റീവ് ആണ് കേട്ടോ. വർക്ക് ഔട്ട് അല്ല വർക്ക്. സോ ദേ റിയലൈസ് ദേ കൻ നോട്ട് എൻഡ്യൂർ എനി മോർ ദ വാർ അഗൈൻസ്റ്റ്, എനി മോർ ദ വാർ അല്ല, എനി മോർ വാർ അഗൈൻസ്റ്റ് ഉക്രൈൻ. എനി മോർ വാർ മതി, അല്ലാതെ എനി മോർ ദ വാർ വേണ്ട കേട്ടോ. അനുപേ, ദ ഫ്ലെയർ അപ്പ് ബിറ്റ്വീൻ. എമിലെ ഫ്ലെയർ അപ്പ് ഒറ്റ വാക്ക്, അതുകൊണ്ട് ഹൈഫൻ കൊടുത്ത് അടുപ്പിച്ചെഴുതിക്കേ. ഫ്ലെയർ അപ്പ് അല്ല, ദ ഫ്ലെയർ അപ്പ് ബിറ്റ്വീൻ റഷ്യ ആൻഡ് ഉക്രൈൻ ക്യാൻ ബി വർക്ക്ഡ് ഔട്ട് ബൈ ദ കൺട്രീസ് വിത്ത് യൂണിറ്റി. യെസ്, വെൻ ദ റൈറ്റ് ഫ്ലെയർഡ് അപ്പ്. പ്രവി, ഫ്ലെയർ അപ്പ് ഇസ് നോട്ട് എ ഫ്രേസൽ വേർബ്. ഫ്രേസൽ വേർബ് അല്ല അത്. അതെന്താ, വേർഡ്, വൺ വേർഡ് ആണ്, അത് നൗൺ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഫ്ലെയർ അപ്പിന് ഫ്ലെയർ അപ്സ് എന്ന് പറയുമെന്ന് പറഞ്ഞത്. ഇല്ലെങ്കിൽ ഫ്ലെയേഴ്സ് അപ്പ് എന്നല്ലേ പറയുള്ളൂ. ഫ്ലെയർ അപ്പിന് ഡിഫറെൻ്റ് ആയിട്ട് എഴുതിയ, ഹൈഫൻ ഇല്ലാതെ എഴുതിയാൽ ഇറ്റ് ഇസ് എ ഫ്രേസൽ വേർബ്. ഹൈഫൻ ഉണ്ടെങ്കിൽ അപ്പോൾ ശ്രദ്ധിച്ചോണേ, ഹൈഫൻ ഇല്ലാതെ എഴുതിയാൽ അത് ഫ്രേസൽ വേർബാണ്, ഹൈഫൻ ഇട്ട് എഴുതിയാൽ അത് നൗൺ ആണ്. അപ്പോൾ ഹൈഫൻ ഇല്ലാതെ എഴുതുമ്പോൾ ഫ്രേസൽ വേർബ് ആകുമ്പോൾ ഫ്ലെയർ എന്ന വേർബിനാണ് മാറ്റം വരേണ്ടത്. ഫ്ലെയേഴ്സ് അപ്പ്, ഫ്ലെയർഡ് അപ്പ് എന്നൊക്കെ. പക്ഷേ ഹൈഫൻ ഇട്ട് എഴുതുമ്പോൾ അതിന് നൗണ് വരുമ്പോൾ എസ് ഇട്ട് കൊടുക്കും, പ്ലൂറൽ ഇട്ട് കൊടുക്കും. നൗണിൻ്റെ പ്ലൂറൽ ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയർ അപ്സ് എന്ന് കൊടുക്കുള്ളൂ. പ്രശ്നങ്ങൾ അല്ലെ, ഔട്ട് ബേസ്റ്റുകൾ എന്ന് കൊടുക്കണം. അതൊന്ന് ശ്രദ്ധിച്ചോണം. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യുക. വളരെ സിഗ്നിഫിക്കൻ്റ് ആയ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ പ്രവി ഇവിടെ കൊടുക്കണം, ഹൈഫൻ മാറ്റി കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. ടുക്ക്, അതായത് എമ്മിലും പ്രവീൺ തമ്മിൽ ഉൾട്ടയാണ് എഴുതിയേക്കണേ ധാരം. It took sudden action and it prevented many atrocities. Great. After being beaten brutally, he hinged on retaliation. That's great. Harness Sandu walked the talk by utterly hinging on her elbow grease. Great.
The accident took place while they were returning from the expedition. All right. Please give up if it is harm to you. Okay. Meenu. Good morning, Meenu. ആദ്യമായിട്ടാണല്ലോ മീനുവിനെ ഞാൻ കാണുന്നത്. മീനുക്കുട്ടി മീനു. The PWD worked out on signing the contract for the construction of a flyover in the heart of the city, paving the way to reduce traffic blocks. Paving the way to reducing traffic blocks. Pave the way is a phrase. Phrase-ന് ശേഷം gerund object കൊടുക്കുക കേട്ടോ. Paving the way to reduce. Reducing അല്ല, to reduce traffic blocks and make associated hazards. അവിടെ ഒരു പ്രശ്നമുണ്ടേ. ആ പേവിംഗ് ദ വേന് മുമ്പിൽ ഈ പറയുന്ന കോമയുടെ ആവശ്യമില്ല ഉമ്മ. ഒന്ന്. രണ്ടാമത്തെ പേവിംഗ് ദ V2 കഴിഞ്ഞിട്ട് V3 കൊടുക്കരുത്, V2 കൊടുക്കരുത്, V1 കൊടുക്കുക. പേവ് ദ വേ ടു സംതിങ്, പേവ് ദ വേ ഫോർ ING കൊടുക്കാം. അങ്ങനെ. The headmisters. The headminister എന്താ ഉദ്ദേശിച്ചത്? Flared up towards students. Headmistress ആണോ? Flared up towards students because they called his nickname. All right. ആ സംഭവം സെറ്റ് ചെയ്താൽ മതി. നൗൺ എന്താന്നുള്ളത് കേട്ടോ. He gave up his drinking habit for the good of his children. That's great. When COVID pandemic break out, government made an elbow grease to tackle the problem by implementing many measures. Great. They didn't work out the flare up. That's great. I'm here on the behalf of my father. That's great. Given alle surrender. Givenum സറണ്ടർ ആണ്, ഗിവ് അപ്പും സറണ്ടർ ആണ്. ഗിവിൻ ചെയ്യുക, ഗിവ് അപ്പ് ചെയ്യുക. ഗിവിന് രണ്ടർത്ഥമുണ്ട്. ഗിവിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യാന്നുമുണ്ട്, എന്നാൽ ഗിവിൻ ചെയ്യുക എന്നുള്ള ഫ്രേസിൽ വെബിന് കേട്ടോ അഞ്ചു ശ്രദ്ധിച്ചോണേ. ഗിവിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ഡിഫീറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതേ സാധനം സറണ്ടർ ചെയ്യാന്നുണ്ട്, അതേ ആണ് ഗിവ് അപ്പിനും. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ഡിഫീറ്റാ. അപ്പോൾ അതിൻ്റെ സിനണിമാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എഴുതി വെച്ചോ, ഒരു പ്രശ്നവുമില്ല കേട്ടോ. ഗിവിനും ഗിവ് അപ്പും ഒക്കെ ഒരേ മീനിങ്ങാണ് വരുന്നത്. ഗിവിനും ഗിവ് അപ്പും ഒരേ മീനിങ്ങാണ് കേട്ടോ, ഓർത്ത് വെച്ചോ. ഡൗട്ട് ഉണ്ടെങ്കിൽ എഴുതി വെക്കണേ, രണ്ടും ഒരേ മീനിങ്ങാണ്. ഓക്കെ, യെസ്. If you're ready to give up, if you're ready to അല്ല അനുപമ, അവിടെ verb is missing. If you are ready to give up, it will good for you. It will be good for you. If you are ready to give up, it will be good for you എന്ന് കൊടുക്കാം. Everything takes place for a reason. ആദർശേ എല്ലാം നല്ലതിനാ സംഭവം യുഗേ അല്ലേ. He was denied the loan on account of his past credit history. That's great. Celine, until the last breath, strive to stand like a pillar to fight and never give up. കൊള്ളാം. ഓ, മീനുവിനെയും തുടങ്ങിയോ? റെജിനയെ നീ കൊള്ളാം. Ukraine managed to retain the capital city even though they lost much to Russian invasion. Great. Translator മാം എപ്പോഴാണ് ഉണ്ടാവുക? ട്രാൻസ്ലേറ്റർ എക്സാമോ? ട്രാൻസ്ലേറ്റർ എക്സാം മിക്കവാറും ഡിസംബർ ലാസ്റ്റ് വീക്കോടെയോ അല്ലെങ്കിൽ ജാൻ ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്കോടെ ആയിരിക്കും കേട്ടോ. അതിര. On behalf of India, President Draupadi Murmu gave tribute to Queen Elizabeth. Great. He retains his all properties. His all properties അല്ല ജിതു, ഇങ്ങനെ കൊടുക്കണം. ജിതു കൃഷ്ണ, he retains all his properties on behalf of his father. കേട്ടോ. എന്താ ചെയ്യ അല്ലേ. മീനുകുട്ടി പറഞ്ഞു കേട്ടോ. അല്ലട്ടോ, ആറ്റിങ്ങലല്ല, പാലക്കാടാണെന്നല്ലേ. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. Yes, we should retain the pace of our studies to get the upcoming exams. That's great. We are retaining so many vocab from this session. That is great. എന്താ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഓർത്ത് പിള്ളേരെ ടേക്ക് പ്ലേസ്, ഗിവ് അപ്പ്, ഓൺ ബിഹാഫ് ഓഫ്, ഓൺ അക്കൗണ്ട് ഓഫ് എന്ന വാക്ക് ആൻഡ് റീഗെയിൻ മറന്നു പോകണ്ട. ലെറ്റ്സ് മൂവ് ഓൺ. SB എക്സാം എപ്പോഴായിരിക്കും? SB എക്സാം ഇസ് എക്സ്പെക്റ്റഡ്, പ്രിലിംസ് എക്സ്പെക്റ്റഡ് ഓൺ ഡിസംബർ അല്ല നവംബർ ലാസ്റ്റോടെയാണ് എക്സാം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. വിൽ ഹാവ്, നമുക്കൊരു 60 ദിവസം സമയമുണ്ട് കേട്ടോ അഭിലാഷേ, സമയമുണ്ട്. അപ്പോൾ അഭിലാഷ് റെഡി ആണോ ടു ഇൻവെസ്റ്റ് യു ടൈം ആൻഡ് എഫേർട്ട്? എങ്കിൽ പോരും, നമുക്ക് പഠിച്ചെടുക്കാം കേട്ടോ. നല്ല റിഗ്രസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ. സീരിയസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഈ 2 മാസം ഇതിനു വേണ്ടി മാത്രം മുന്നോട്ട് പോവാം. ദാറ്റ്സ് ഇറ്റ്. We should not give up the opportunities in front of us. That's great. In front of us ഗ്യാപ്പ് ഉണ്ടേ എമ്മിലെ. Don't give up your asset. Retains it അല്ല. ഷൈനി, retain it. V1 ഇത് ഇമ്പerative സെന്റൻസ് ആണ്. Retain it because those are your പേരൻസിന്റെ കഴിഞ്ഞിട്ട് അപ്പസ്ട്രോഫി ഇട്ട് കൊടുത്തേ, എൽബോ ഗ്രീസ്. ഡു നോട്ട് ഗിവ് അപ്പ് അണ്ടിൽ യു റീച്ച് ഡെസ്റ്റിനേഷൻ. ദാറ്റ്സ് ഗ്രേറ്റ്. ഡോണ്ട് ഗിവ് അപ്പ് ടു ഫെയ്റ്റ്, ഷിസൽ യുവർ ഫെയ്ത്ത്. ദാറ്റ്സ് ഗ്രേറ്റ്. മാമിന്റെ കോഡ് എന്തായിരുന്നു ട്രാൻസ്ലേറ്റർ എക്സാമിന്? എന്തിന്റെ കോഡ്? പർച്ചേസ് ചെയ്യാനാണോ? പർച്ചേസ് ചെയ്യാൻ Y314, Y314 കേട്ടോ. Yes. On behalf of the Prime Minister Narendra Modi, the India-UK Cyber Security Exhibition was inaugurated on September 17, 2022. Great. ബാച്ച് കോഴ്സ് ചേരാൻ Y314 കേട്ടോ. Y314 ആണ്. ഗുഡ് മോർണിംഗ് ജോമി.
പണിയെല്ലാം തീർത്ത് നേരത്തെ വന്നോ? The accident took place on account of his careless driving. All right, because of കൊള്ളാം. He retained his championship as his opponent gave up easily. That's great. The death took place at night, so nobody knew about it. That's great. A meeting will take place in the today's gathering. A meeting took place during today's gathering of ministers owing to the stray dog. The today's പറയില്ല, during today's gathering. കേട്ടോ, അങ്ങനെ കൊടുക്കാം കേട്ടോ. All right. Another good morning. Moving on, പിള്ളേരെ 17% ഡിസ്കൗണ്ട് നമ്മുടെ കോഴ്സുകൾക്കുണ്ട്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കോഴ്സ് ജോയിൻ ചെയ്യാതിരിക്കും, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. കാരണം റീസണബിൾ റേറ്റ് നമ്മൾ നിങ്ങൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആൻഡ് വിത്ത് 100% സപ്പോർട്ടാണ്. മെന്റൽ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. നിങ്ങൾ ഒരു എക്സാം എഴുതണമെന്ന് മനസ്സിലിടുക, ടൈം എഫേർട്ട് എടുക്കുക, നിങ്ങളുടെ മനസ്സ് സെറ്റാക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്യാം. അത് ചെയ്യാതെ നിങ്ങൾ എന്ത് പരിപാടിക്ക് വെറുതെ പറഞ്ഞിട്ടിരുന്നിട്ടും കാര്യമില്ല. സോ റിമെമ്പർ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ സെഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന പിള്ളേരെല്ലാം എന്ത് ചെയ്യണം? ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ഇട്ട് പിള്ളേരെ, അല്ലേ? മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. കാര്യം ഈ സെഷൻ എത്ര ഇമ്പോർട്ടൻറ്റ് ആണ്. എഡിറ്റോറിയൽ സെഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വരെ അഡ്രസ് ചെയ്തു, അതും നോട്ടിഫിക്കേഷനിൽ. അപ്പോൾ നോക്കിയാൽ ദിസ് ഫസ്റ്റ് ടൈം ബോഡി, ഇങ്ങനത്തെ ഒരു ബോഡി, എക്സാം ബോഡി, എഡിറ്റോറിയൽ, ഹിന്ദു എഡിറ്റോറിയലിൻ്റെ ഇമ്പോർട്ടൻസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് സംതിങ് സീരിയസ്. അപ്പം ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇന്നലെ ദേവസ്വം ബോർഡിൻ്റെ എക്സാം എഴുതിയ കുട്ടികൾക്കറിയാം, ചോദിച്ച ചോദ്യങ്ങൾ ഇത് കറക്റ്റായിട്ട്. അവരുടെ കുട്ടികളുടെ കാര്യം ഞാൻ പറയില്ല, പക്ഷേ റെഗുലറായിട്ട് എഡിറ്റോറിയൽ കണ്ട കുട്ടികൾക്ക് ആ വൊക്കാബുലറി തെറ്റില്ല. ഇൻകാർസറേറ്റ് പഠിച്ചതല്ലേ, കൊമൻസറേറ്റ് പഠിച്ചാണ്, ഇതൊക്കെ നമ്മൾ പഠിച്ചാണ്. അതിൽ ഒന്നും ഇല്ലായ്മയില്ല. ടു കട്ട് ദ കോർണേഴ്സ്, അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്ത വൊക്കാബുലറി മാത്രമേ ചോദിച്ചുള്ളൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, PSC എക്സാം ചോദിക്കുന്നതും ഇപ്പോഴത്തെ എല്ലാ എക്സാമും ചോദിക്കുന്നത് അവർക്ക് എളുപ്പപ്പണിയാണ്. അത് ഡെയിലി വരുന്ന ന്യൂസിൽ നിന്നുള്ള ആർട്ടിക്കിളിലെ വൊക്കാബുലറി തന്നെ ചോദിച്ചാൽ, ഫ്രേസൽ വേർബ് ചോദിച്ചാൽ പിന്നെ അവർക്ക് വേറെ എവിടെ നിന്ന് തപ്പേണ്ട കാര്യമില്ല. സ്റ്റാൻഡേർഡ് സാധനമാണ്, ക്വസ്റ്റൻ സ്റ്റാൻഡേർഡ് ആയും താനും. എല്ലാവരും അങ്ങനെ തന്നെയാണ്. മറ്റേ സ്റ്റേറ്റ് PSC ഒക്കെ നേരത്തെ ഇത് അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ സ്റ്റേറ്റ് PSC ഇപ്പോഴാണ് ഇത് അഡാപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പിള്ളേരെ പ്ലീസ് മേക്ക് ഷുവർ യു പുട്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, യുവർ ടൈം ആൻഡ് എഫേർട്ട്, അതാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. അതിൽ നിങ്ങൾക്ക് നല്ലൊരു ഇത് കിട്ടും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഐ റിയലി വോണ്ടഡ് യു ടു ബി ഓൾവേസ് അലേർട്ട് ആയിരിക്കാം. എന്നിട്ട് ഗെറ്റ് മോട്ടിവേറ്റഡ്. നിങ്ങൾ ഡീമോട്ടിവേറ്റഡ് ആകുമ്പോൾ നമ്മളൊക്കെ ഇവിടെ ഇല്ലത്തെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. വി ആർ ഹിയർ ടു ഹെൽപ്പ് യു ഔട്ട് കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന, ഡൗൺ ആയി പോകുമ്പോൾ നിങ്ങൾക്ക് കണക്റ്റഡ് ആയിട്ടുള്ള, നിങ്ങൾ ക്ലോസ് ആയിട്ടുള്ള അധ്യാപകരോട് സംസാരിക്കണം. ഓക്കെ, ദാറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് കാര്യം. നമ്മൾ ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുന്നെങ്കിലും വി ആർ സോ കണക്റ്റഡ് വിത്ത് യു, വി ആർ റെഡി ടു ഹെൽപ്പ് യു ഔട്ട്. വിളിക്കുക, സംസാരിക്കാം, ഒരു പ്രശ്നവും ഇല്ല. അതിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം. നമ്മൾ ആർ റെഡി ടു ഗിവ് യു അവർ ടൈം ആസ് വെൽ. ഓക്കെ, അപ്പം ഡിഗ്രി മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ, അല്ലേ, നമ്മുടെ യൂണിഫോം പോസ്റ്റിന് പ്രതീക്ഷിക്കുന്നിരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ സബ് ഇൻസ്പെക്ടറിന് സ്പെഷ്യൽ ടോപ്പിക് അറേഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ ഡിഗ്രി മെയിൻസിന് ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട്. സെപ്റ്റംബർ 26 ക്ലാസ്സുകൾ ആരംഭിക്കുക. അറിയാലോ, കോഴ്സ് കോഡ് Y314 ഉപയോഗിച്ച് കൊടുത്താൽ നിങ്ങൾക്ക് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ആൻഡ് വിത്ത് വെരി വെരി മച്ച് ഡിസ്കൗണ്ട്, 17% ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ ഡിഗ്രി പ്രിലിംസിന്റെ ലേറ്റസ്റ്റ് ക്വസ്റ്റൻ ഡിസ്കഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നാണ് എൻ്റെ ക്ലാസ് വരുന്നത്. അപ്പം നമുക്ക് അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്ത് വിടണം. ഒക്ടോബർ അല്ലേ നമ്മുടെ ഫസ്റ്റ് ഫേസ് എക്സാം നടക്കുകയാണ്. അപ്പം അതിന് മുമ്പ് സെറ്റാക്കി എടുക്കണ്ടേ. അപ്പോൾ ഫൈനൽ റിവിഷൻ റാപ്പപ്പ് ആണ്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വന്ന് ജോയിൻ ചെയ്യണം കേട്ടോ. 1952 രൂപയാണ് കോഴ്സ് ഫീ. ആൻഡ് ഈ ബാച്ചിന് 2400 സംതിങ് ആണ് കേട്ടോ. ഡിഗ്രി മെയിൻസ് നല്ല ബാച്ചാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് സ്പെഷ്യൽ ഇത് വന്നിട്ടാണ് പോകുന്നത്. ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. ആൻഡ് കമ്പനി ബോർഡ് LGSന്റെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഈ പറയുന്ന 1952 രൂപയാണ്. ഈ പറഞ്ഞ സെപ്റ്റംബർ 21. അപ്പോൾ താല്പര്യമുണ്ട് ജോയിൻ ചെയ്യാനെങ്കിൽ ഉടനെ ജോയിൻ ചെയ്യുക. കാര്യം വെച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല. നമുക്ക് പെട്ടെന്ന് പഠിച്ച് വിട്ടുവേണം. കാരണം അവസാന നിമിഷത്തേക്ക് വെച്ചുകൊണ്ടിരുന്ന എക്സാമും കഴിഞ്ഞു പോകും, എല്ലാം കഴിഞ്ഞു പോകും. പിന്നെ ടെൻഷൻ അടിച്ച് ആകെപ്പാടെ പോകാം, വേണ്ടത് അല്ലേ. അപ്പോൾ മറക്കണ്ട. മൂവിങ് ഓൺ. നമ്മുടെ ആദ്യത്തെ വേർഡ് ഫോർ ടുഡേ ഈസ് ലോക്കി. ലോക്കി എന്താ? ലോക്കി ഇസ് എൻ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ, ഒരു അഡ്ജക്റ്റീവ് എക്സ്പ്രഷൻ ആണ്. ലോക്കിയിലാണ് എന്ന് പറഞ്ഞാൽ റിസ്ട്രെയിൻഡ് ആണ്, മോഡസ്റ്റ് ആണ്, അണ്ടർസ്റ്റേറ്റഡ് ആണ്, ക്വയറ്റ് ആണ്. അത്ര സംസാരിക്കാതെ അല്ലെങ്കിൽ അത്ര അറിയപ്പെടാതെ പോയൊരു കാര്യം ലോക്കിയിലായിരുന്നു അല്ലേ എന്ന് പറഞ്ഞാൽ. റിസ്ട്രെയിൻഡ് ആയിരുന്നു, തടഞ്ഞു വെച്ച് വിട്ടിട്ട് ഇവിടെ ഇരിക്കുമായിരുന്നു. മോഡസ്റ്റ് ആയിരുന്നു, അണ്ടർസ്റ്റേറ്റഡ് ആയിരുന്നു, ആരും അത്ര നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പുറത്തോട്ട് അറിയപ്പെടാതെ പോയൊരു സാധനം. ദാറ്റ് ഇസ് ലോക്കി അഡ്ജക്റ്റീവ്. ഓർത്ത് വെച്ചോണേ. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത സ്റ്റാൻഡ് ഓഫ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. സ്റ്റെയിൽമേറ്റ്, ഒരു ഊരാക്കുടുക്ക്, ഇംപാസെ, ഡെഡ് ലോക്ക്, സ്റ്റാൻഡ് സ്റ്റിൽ എന്നൊക്കെ പറയും. സ്റ്റാൻഡ് ഓഫ്, ദാറ്റ് ഇസ് സ്റ്റാൻഡ് ഓഫ്. ഓർത്ത് വെച്ചോണം. ലെറ്റ് മീ റീഡ് യുവർ സെന്റൻസസ്. അതിൻ്റെ ഇടയ്ക്ക് സെന്റൻസ് വന്നോ നോക്കട്ടെ. ലെറ്റ് മീ റീഡ്. ഓക്കെ, yes. The Kerala Blasters FC failed to retain many big shots in their team. That's great. വെനസ്ഡേ BISന്റെ എക്സാം ഉണ്ട്. കോയമ്പത്തൂർ ഫസ്റ്റ് ഷിഫ്റ്റ് ആണോ സുകന്യ? ഓക്കെ, പോയി എഴുതിക്കോ കേട്ടോ. ഉഷാറായിട്ട് പോയി എഴുതിയിട്ട് വാ. സന്തോഷമായിട്ട് പോയി എഴുതിക്കണം കേട്ടോ. എക്സാം വരുമ്പോൾ ഒരു എക്സാം എഴുതാൻ പോവാ എന്ന സന്തോഷത്തോടെ പോകണം. അയ്യോ എൻ്റെ എക്സാം ആണ് എന്ന് വിചാരിക്കരുത് കേട്ടോ. ഓക്കെ, പോയി അടിപൊളിയായിട്ട് എഴുതിയിട്ട് വരണം കേട്ടോ.
ആ പ്രിപ്പറേഷനൊക്കെ സുഖമായി എന്താണ് അടിപൊളിയായിട്ട് നടക്കുന്നു എന്ന് വിചാരിക്കുക. ഓൺ അക്കൗണ്ട് ഓഫ് സെൻട്രൽ ഗവൺമെന്റ് KG വേണുഗോപാൽ പ്രസന്റഡ് ബിഫോർ ദ കോർട്ട് ഫോർ ലീഗൽ മാറ്റേഴ്സ്. KG വേണുഗോപാൽ പ്രസന്റ് ചെയ്തു എന്നാണോ? അല്ലല്ലോ മില്ലേ, KG വേണുഗോപാൽ പ്രസന്റ് ചെയ്യപ്പെട്ടു എന്നല്ലേ. അപ്പൊ ഇങ്ങനെ കൊടുക്കണം, ഓൺ അക്കൗണ്ട് ഓഫ് സെൻട്രൽ ഗവൺമെന്റ് KG വേണുഗോപാൽ ഈസ് പ്രസന്റഡ് ബിഫോർ ദ കോർട്ട് ഫോർ ലീഗൽ മാറ്റേഴ്സ്. അത് അല്ലെങ്കിൽ പുള്ളി എന്ത് പ്രസന്റ് ചെയ്തു എന്നാണെങ്കിൽ ആ പ്രസന്റ് ചെയ്ത സാധനം എന്താണെന്ന് കൊടുക്കണം. കാരണം പ്രസന്റ് ഈസ് എ ട്രാൻസിറ്റീവ് വേർബ്, അതിന് ഒബ്ജക്റ്റീവ് ആണ്. അല്ലെങ്കിൽ പിന്നെ അത് പാസീവൈസേഷൻ കൊടുത്താൽ ട്രാൻസിറ്റീവ് വേർബിനെ ഇൻട്രാൻസിറ്റീവ് ആയിട്ട് നമുക്ക് മാറ്റാം. ഓക്കെ, ദ കമ്പനി റീറ്റെയിൻഡ് അസറ്റ്സ് ഫോർ മീറ്റിംഗ് ദ contingencies. That's great. On account of insufficient of fund അല്ല പ്രവി, on account of insufficiency of fund noun ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കേട്ടോ. ഓഫ്, ഓൺ അക്കൗണ്ട് ഓഫ്, ഓഫ് ഇസ് എ പ്രപ്പോസിഷൻ. ആ പ്രപ്പോസിഷൻ കഴിഞ്ഞിട്ട് ഇൻസഫിഷ്യന്റ് പറഞ്ഞാൽ അത് അഡ്ജക്റ്റീവ് അല്ലേ, അങ്ങനെ കൊടുക്കരുത്. ഓൺ അക്കൗണ്ട് ഓഫ് ഇൻസഫിഷ്യൻസി ഓഫ് ഫണ്ട്, അല്ലെങ്കിൽ എന്ന് കൊടുക്കണം ആ ഓഫ് കട്ട് ചെയ്തിട്ട് ഓൺ അക്കൗണ്ട് ഓഫ് ഇൻസഫിഷ്യന്റ് ഫണ്ട് ഗവൺമെന്റ് സ്റ്റോപ്ഡ് ഇറ്റ്സ് പ്രോജക്ട് എന്ന് കൊടുക്കുക. രണ്ട് രീതിയിൽ എഴുതാം. ഓഫ് കട്ട് ചെയ്താൽ ഇൻസഫിഷ്യന്റ് ഫണ്ട് അഡ്ജക്റ്റീവും നൗണും ഉണ്ട്, അല്ലെങ്കിൽ ഇൻസഫിഷ്യൻസി ഓഫ് ഫണ്ട് എന്ന് കൊടുക്കണം. പ്രവി ശ്രദ്ധിക്കണേ. യെസ്, ദേവസ്വം ബോർഡ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എഴുതിയവരോട് ചോദിക്കാം അല്ലേ. അത് തന്നെ അപ്ലൈ ചെയ്തില്ലായിരുന്നു. ദാറ്റ്സ് ടേക്ക് പ്ലേസ് ഇൻ ദ മോർണിംഗ്. ദാറ്റ്സ് ടേക്ക് പ്ലേസ് അല്ല, ദാറ്റ് അപ്പോസ്ട്രോഫ് ഇട്ടാൽ ദാറ്റ് ഹാസ് വേണം മീനിങ് വരും ജോമി, പക്ഷേ ടേക്കൺ പ്ലേസ് എന്ന് കൊടുക്കണം. ദാറ്റ് ഹാസ് ടേക്കൺ പ്ലേസ് ഇൻ ദ മോർണിംഗ്, ദാറ്റ് ഹാസ് ടേക്കൺ പ്ലേസ് ഇൻ ദ മോർണിംഗ് കൊടുക്കണേ. എൻ്റെ എവിടുന്ന് ഒക്കെയാണ് കിളികൾ പറന്നത് എന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റത്തില്ല ഇപ്പോഴും. നന്ദീഷ, ഞാൻ പറഞ്ഞില്ലേ, ഒറ്റ എക്സാമിന് ഡിപ്പെൻഡ് ചെയ്ത് ഒരിക്കലും ഇരിക്കരുത്. കാരണം ഈ എക്സാം ബോർഡ് എങ്ങനെയാണ് അവരെന്ത് തോന്നിവാസം കാണിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. സോ നമുക്ക് പല എക്സാംസ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ഒരെണ്ണത്തിൽ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യേണ്ട, ഇത് ചെയ്യാൻ പാടില്ല, വീണ് പോരുത് കേട്ടോ. അതാണ്. ഇംഗ്ലീഷ് കുഴപ്പമില്ലായിരുന്നു, അതെനിക്ക് സന്തോഷമായി. കാരണം ഇംഗ്ലീഷിൽ 10 മാർക്കിൽ അത്യാവശ്യം നന്നായി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കിട്ടും എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആലോചിച്ചു, എന്താണ് അത്യാവശ്യം നമ്മുടെ എഡിറ്റോറിയലൊക്കെ വന്ന പിള്ളേരാണെങ്കിൽ മിന്നിച്ചിട്ടുണ്ടാവും എനിക്ക് ഉറപ്പ് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആവറേജ് സ്റ്റുഡൻസിന് എക്സാം അനാലിസിസ് നമുക്ക് ചാടിക്കയറി പറയാൻ പറ്റില്ല. എൻ്റെ എഡിറ്റോറിയൽ വന്ന പിള്ളേരെല്ലാം ഉഷാറാക്കിയത് എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, അപ്പോൾ അവർ പറയും ചുമ്മാ തള്ളാന്ന് പറയും. പക്ഷെ കാര്യം നമുക്കറിയാം, കാരണം PDF എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അല്ലേ. എഡിറ്റോറിയൽ PDF എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഇതേ വേർഡ്സ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് പോയ കാര്യങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് പുതിയതായിട്ട് ഒന്നും ഇവിടെ വന്നിട്ടില്ല, ഇഡിയംസും ഫ്രേസും ഒക്കെ. പക്ഷേ അത് റെഗുലറായിട്ട് വരുന്നൊരു കുട്ടിക്ക് കിട്ടുള്ളൂ. അല്ലാതെ ഒരു സാധാരണക്കാരനായ കുട്ടി, ഒരു സാധാരണക്കാരിയായ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടില്ല. അപ്പോൾ അവരോട് നമുക്ക് എന്ത് പറയും, അവരുടെ സ്റ്റുഡൻസിനെ വെച്ച് നോക്കുമ്പോൾ അവർ പെട്ടു എന്ന് തന്നെ പറയാം. അതാ ഞാൻ പറഞ്ഞേ, എപ്പോഴും ഞാൻ പറഞ്ഞു സ്റ്റാൻഡേർഡ് കൂടി തന്നെ നിങ്ങൾ ചിന്തിക്കണം. കാരണം എത്രയും വലിയ സ്റ്റാൻഡേർഡ് കൂടുമെന്ന് വിചാരിച്ച് തന്നെ പോകാമെന്ന് ഞാൻ പറയാം. ബട്ട് ഇറ്റ് വാസ് വൺ ഓഫ് ദി low-key films in Bollywood industry. Okay, yeah, yes. Low-key വെച്ച് ഒരു സെന്റൻസ് പറയാലോ. എന്താ പറയാ, ഇറ്റ് വാസ് എ low-key event. ഇറ്റ് വാസ് എ low-key event എന്ന് വെച്ചാൽ low-key event എന്ന് പറഞ്ഞാൽ അതൊരു അൺറിസ്ട്രെയിൻഡ് ഇവന്റ് ആയിരുന്നു, ക്വയറ്റ് ഇവന്റ് ആയിരുന്നു. വലിയ അങ്ങനെ പറയത്തക്ക ഒന്നും ഇല്ലായിരുന്നു, ആരും അറിയാതെ നടത്തിയ ഒരു ഇവന്റ് ആയിരുന്നു എന്ന് പറയില്ല. നമ്മുടെ പൃഥ്വിരാജിനൊക്കെ കല്യാണം ഒരു low-key event ആയിരുന്നു. low-key event ആയിരുന്നു എന്താ വെച്ചാൽ ആദ്യം ആൾക്കാരെ അറിയപ്പെട്ടൊന്നുമില്ല, അണ്ടർസ്റ്റേറ്റ് ചെയ്യപ്പെട്ട ഒരു ഇവന്റ് ആണ് അല്ലേ. കല്യാണം കഴിച്ചു, കല്യാണം എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞു അങ്ങനെ. സോ ഇറ്റ്സ് ലൈക്ക് എ സൈലന്റ്, എ ക്വയറ്റ് വൺ അങ്ങനെ. യെസ്, ഇറ്റ് വാസ് എ low-key mission which trapped the culprits. That's great. അത് തന്നെ, ആരും അറിയാതെ നൈസ് മൂവ് അല്ലേ. Shama said, great. We want to see whether the LTF will retain the seats in the forthcoming referendum. Vinu, great. China made many low-key attempts to trespass aboard. That's great. On account of insufficiency of fund, government stopped its project. Great, Pravi. Upcoming degree prelims-നെ എന്ന് തൊട്ട് ന്യൂസ് പേപ്പർ വൊക്കാബ് ശ്രദ്ധിക്കണം. എൻ്റെ അഭിപ്രായം, ഡിഗ്രി പ്രിലിംസിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ തുടങ്ങിയിട്ട് കുറേ നാളായി. അപ്പോൾ ഐ വുഡ് സേ വൊക്കാബുലറി ശ്രദ്ധിക്കുവാണെങ്കിൽ കഴിഞ്ഞ ഒരു 6, നിങ്ങൾ എങ്ങനെയാണോ CA പഠിക്കുന്നത് അതുപോലെ നോക്കണം. കഴിഞ്ഞ ജാൻ വരെ ഇല്ലേലും പോട്ടെ, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, മാർച്ച് മുതൽ തുടങ്ങിക്കോ. ജാനാണ് എൻ്റെ ഒരു പ്രിഫറൻസ്, ഞാൻ എപ്പോഴും പറയാം. പക്ഷേ നമ്മൾ CA പഠിക്കുന്ന പോലെ, ജനറൽ അവയർനെസ് പഠിക്കുന്ന അതുപോലെ തന്നെ വൊക്കാബുലറി നോക്കണം. കാര്യം റിപ്പീറ്റ് ചെയ്ത വൊക്കാബുലറി ഒരുപാട് വരും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശില്പയ്ക്ക് എക്സാം എഴുതണം, സീരിയസ് ആയിട്ട് അത് ചോദിച്ചെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയും മാർച്ച് മുതലെങ്കിലും ഉള്ളത് നോക്കണം എന്ന് ഞാൻ പറയും കേട്ടോ. അഭിനയ സാരില്ല, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒരു കാര്യത്തിൽ മാത്രം, ഒരു ബോഡിയെ മാത്രം കുറ്റപ്പെട്ട് നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരുപാട് ഇമ്പ്രൂവ്ഡ് ആയി PSC. പിന്നെ മാത്രമല്ല നമുക്ക് ഒരുപാട് വേറെ ഓപ്പർച്യൂണിറ്റി സെൻട്രൽ ഗവൺമെന്റിലും വരുന്നുണ്ടല്ലോ. കാര്യം ഇത്തവണ 20,000-ലധികം വേക്കൻസി ഒറ്റ പോസ്റ്റിന്, ഒറ്റ പോസ്റ്റ് അല്ല, 20,000 വേക്കൻസിയാണ് ഒറ്റ എക്സാമിന്. CGL കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവൽ, SSCയുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന് പോസ്റ്റിംഗ് വിളിച്ചേക്കുന്ന 20,000+.
പോസ്റ്റുകളാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളൊന്ന് ആഞ്ഞു പിടിച്ചാൽ, ഇത്തവണ അപ്ലൈ ചെയ്യണേ പിള്ളേർ, ഇത്തവണ ആഞ്ഞു പിടിച്ചാൽ കിട്ടും, കയറിപ്പോവും. നല്ലൊരു അടിപൊളി ഒരു റിഗ്രസ് ആയിട്ട് പ്രാക്ടീസ് ഉണ്ടോ? ഇപ്പോഴും സമയമുണ്ട്. ബിക്കോസ് ഇപ്പോൾ നമ്മൾ സെപ്റ്റംബർ എത്തിയിട്ടുള്ളൂ. നമുക്ക് ഡിസംബർ മാസം എക്സാം ആൻറ്റിസിപ്പേറ്റ് ചെയ്യും. ചിലപ്പോൾ ഡിസംബർ നീണ്ടുപോയി, ചിലപ്പോൾ ജാനിലും ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ മുമ്പിൽ ഓരോ ഓപ്പർച്യൂണിറ്റി വന്നില്ലേ, ഓരോ വാതിൽ വന്ന് ഓപ്പർച്യൂണിറ്റി മുട്ടുമ്പോൾ ആ വാതിൽ തുറക്കാതിരുന്നാൽ നിങ്ങൾക്ക് പോയി, ആർക്ക് പോയി? നിങ്ങൾക്ക് പോയി. അത് ഓർത്തണം. അടുത്ത സ്പെക്കുലേഷൻ പിള്ളേരെ, സ്പെക്കുലേഷൻ നമ്മുടെയൊക്കെ ഊഹാപോഹങ്ങൾ അല്ലെ, സപ്പോസിഷൻ, ഗസ് വർക്ക്, കൺജങ്ക്ചർ, തിയറൈസിങ്. നമ്മളെല്ലാവരും ഉണ്ടല്ലോ ഈ ഒരു ഊഹാപോഹം വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ആയിരിക്കത്തില്ല, ഇങ്ങനെ ആയിരിക്കാം എന്ന് വിചാരിച്ചിരിക്കും. ഊഹങ്ങൾ എപ്പോഴും ഊഹം മാത്രമായിട്ട് ചിന്തിക്കുക. അതൊരു ഒത്തന്റിക് ആയ ഒരു സോഴ്സ് അല്ല. സ്പെക്കുലേഷൻ ഇസ് കൺജങ്ക്ചർ, തിയറൈസിങ്, സപ്പോസിഷൻ അല്ലെങ്കിൽ ഗസ് വർക്ക്. അടുത്ത റൈഫ്. ഈ റൈഫ് എന്ന് പറയുന്ന വാക്കൊന്ന് ശ്രദ്ധിച്ചോണേ. റൈഫ് എന്ന വാക്ക് എന്ന് പറഞ്ഞാൽ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള അഡ്ജക്റ്റീവ് ആണ്, ജനറൽ, കോമൺ, എക്സ്റ്റെൻസീവ് ആണ്. പക്ഷെ ഒരു കാര്യം ഓർത്തണം, അതത്ര നല്ലൊരു കാര്യമല്ല. നെഗറ്റീവായിട്ട് സ്പ്രെഡ് ചെയ്തൊരു സാധനമാണെങ്കിൽ ദാറ്റ് ഇസ് ഈ പറഞ്ഞ റൈഫ്. അപ്പോൾ നമ്മൾ പരദൂഷണമൊക്കെ പറയാന്നൊക്കെ പറയില്ല, അതൊക്കെ വൈഡ് സ്പ്രെഡ് ആയിട്ട് നിൽക്കുകയാണ്. സംതിങ് നെഗറ്റീവ് കാര്യം വൈഡ് സ്പ്രെഡ് ആയിട്ട് പോകുന്നതിനെ ജനറൽ ആയിട്ട്, കോമൺ ആയിട്ട്, എക്സ്റ്റെൻസീവ് ആയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് റൈഫ് എന്ന അഡ്ജക്റ്റീവ് ഓർത്ത് വെച്ചോണം. അല്ലാതെ പോസിറ്റീവ് കാര്യമല്ല. അടുത്തത് അഡ്വേഴ്സറി. കേട്ട് പരിചയമുണ്ടല്ലോ അഡ്വേഴ്സറി, എതിരാളി, ഒപ്പണന്റ്, റൈവൽ, എനിമി, നെമസിസ്. ഇതാണ് അഡ്വേഴ്സറി. അപ്പം ഞാൻ എപ്പോഴും പറയും, അഡ്വേഴ്സറി പഠിക്കുമ്പോൾ അഡ്വേഴ്സിറ്റി ഒന്ന് ഓർത്തോളാം. അഡ്വേഴ്സിറ്റി എന്താ പറയുന്നത്? ദർ ആർ ലോട്ട്സ് ഓഫ് അഡ്വേഴ്സിറ്റി. എന്താ പറയാ? അൺഫേവറബിൾ സിറ്റുവേഷൻസ് ഇൻ യുവർ ലൈഫ്. അൺഫേവറബിൾ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി, ട്രബിൾ എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനമല്ലേ, പ്രശ്നങ്ങൾ, കെലാമിറ്റി, അതൊക്കെ അഡ്വേഴ്സിറ്റീൻ്റെ ബുദ്ധിമുട്ടുകൾ. കാറ്റസ്ട്രോഫി ഒക്കെ ഇതിൻ്റെ സിനണിംസ് ആണ്. ഓർത്ത് വെച്ചോളാം. അഡ്വേഴ്സിറ്റിയും അഡ്വേഴ്സറി രണ്ടാണ് കേട്ടോ, ഓർത്ത് വെച്ചോളാം. ഓക്കെ, അതെ അതെ, സിനിമയാണ്, നിയർ സിനിമ തന്നെയാണ് വിനു. ലോഗ് ജാം ആണ്. ലോഗ് ജാം നമ്മുടെ സ്റ്റാൻഡ് ഓഫിന്റെ വേറൊരു മീനിങ് ആണ്. യെസ് ഇറ്റ് ഇസ്, ഓഫ് കോഴ്സ് ഇറ്റ് ഇസ്. ലോഗ് ജാം നമ്മൾ എന്നാൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ലോഗ് ജാം ആണ് എഴുതി വെച്ചോ, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ലോഗ് ജാം. യെസ്. സംടൈംസ് ലൈഫ് ഇസ് എ സ്റ്റാൻഡ് വിത്ത് ഫുൾ ഓഫ് അൺസർട്ടനിറ്റീസ്. അൺസർട്ടനിറ്റീസ് തന്നെ അല്ലേ, ലൈഫ് എപ്പോഴും അത് അൺസർട്ടൺ ആണ്. നമുക്കൊരു ക്ലൂ ഇല്ല. വി ആർ ക്ലൂലെസ് ഓഫ് സംതിങ്സ് ഇൻ അവർ ലൈഫ് അല്ലേ. Her low-key fashion innovations have always been a great inspiration to figure my wardrobe. ഉമ്മ കൊള്ളാം. അതാരാ? ഫ്രണ്ടാണോ? The snake and the mongoose was in a standoff. സീലിൻ, സ്നേക്ക് ആൻഡ് മംഗൂസ് ഒറ്റ ആളല്ല. സ്നേക്ക് ആൻഡ് മംഗൂസ് ഒറ്റ കോമ്പൗണ്ട് ആയിട്ടല്ലല്ലോ നീ ഉദ്ദേശിക്കുന്നത്. സ്നേക്ക് വേറെ, മംഗൂസ് വേറെ, രണ്ട് എതിരാളികളാണ്. സോ യു കെ നോട്ട് യൂസ് വാസ്. സ്നേക്ക് ആൻഡ് മംഗൂസ് വേർ ഇൻ എ സ്റ്റാൻഡ് ഓഫ് എന്ന് കൊടുക്കണം കേട്ടോ. After entering the deal with drug peddlers, peddlers spelling PE ആണ്, paddlers അല്ല കേട്ടോ. ക്ഷമാസെ, peddlers, PEDDLERs. He didn't know that he would be in a standoff soon. Great. Speculation is one of the important tools അല്ല എമിലെ, one of the most important അല്ല. നീ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അവിടെ മോസ്റ്റ് കൊടുക്കും. one of the most important tools in financial management. ഉണ്ട് ജിഷ്മയ. കമ്പ്യൂട്ടർ ടൈപ്പിംഗ് അല്ല, കമ്പ്യൂട്ടർ എഫിഷ്യൻസി എക്സാം ഉണ്ട്. അതും ക്വാളിഫയിങ് എക്സാം ആണ്. ഇത്തവണ കമ്പ്യൂട്ടർ, അതാണ് Tier 1-നും Tier 2-നും ഇത്തവണ കൊടുത്തേക്കുന്നില്ല കമ്പ്യൂട്ടർ എഫിഷ്യൻസി എന്ന് പറഞ്ഞൊരു പുതിയ ടോപ്പിക് ഇട്ടിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് ക്വാളിഫയിങ് എക്സാം. റാങ്ക് ഇതല്ല, ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. ഇത്ര മാർക്ക് മേടിച്ചാൽ മാത്രം അങ്ങനെ ഉണ്ട്. ഇത്തവണ ജിഷ്മയ ഉണ്ട് കേട്ടോ, കമ്പ്യൂട്ടറും കൂടെ ഉണ്ട്. യെസ്, 2 months ഒക്കെ മതിയോ ക്രാക്ക് ചെയ്യാൻ? മതി, 2 months മതി. പക്ഷേ സുന്ദർ, നീ റെഡിയാണോ? നിന്റെ ടൈം ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇതിനു വേണ്ടി പ്രിപ്പയർ, ഇതിനു വേണ്ടി ഇരിക്കണം, മെനക്കെട്ടിരിക്കണം. അല്ലാതെ കുറച്ച് പഠിച്ച് വേറെ എവിടെയും പഠിച്ച് ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് പോക്ക് പറ്റത്തില്ല. റെഗുലർ ആയിട്ട് പോകാൻ റെഡിയാണോ? ഐ എം റെഡി. ഇല്ല, SSCക്ക് നോ പിൻവാതിലോ? അത് എവിടെ എൻ്റെ ഇന്റലിജൻസ് ബ്യൂറോയിലോ അവിടെയൊക്കെയോ? അതും കസ്റ്റംസിലോ? പിൻവാതിൽ നിയമനോ? നടന്നതുവാ. SSCക്ക് നോ രക്ഷ. അങ്ങനെയാണെങ്കിൽ, നിയമനം നടന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഇത്രയും വേക്കൻസി ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ടാണല്ലോ നമ്മുടെ മോദിജി പറഞ്ഞത് 10 ലക്ഷം വേക്കൻസി നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ്? വേക്കൻ്റ് ആയി സീറ്റ് ഇരിക്കുക. സെൻട്രൽ ഗവൺമെന്റ് ഈ പറയുന്ന തുരപ്പം പരിപാടികളൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് അവരെ നിയമിച്ചേ പറ്റുള്ളൂ. കാര്യം സീറ്റ് വേക്കൻ്റ് ആയിട്ടിരിക്കുക. മാൻ പവർ ഉണ്ട് നമുക്ക് ഒരുപാട്, പക്ഷെ മാൻ പവർ ഉപയോഗിക്കപ്പെടുന്നില്ല നമ്മുടെ അഡ്മിനിസ്ട്രേഷനിൽ. ആ പ്രശ്നമാണ് ഇവിടെ. ലിറ്ററലി വലിയൊരു ക്രൂഷ്യൽ അൺഎംപ്ലോയ്മെന്റ് സ്റ്റേറ്റ് ആണ് നമ്മൾ നടക്കുന്നത്. ഒരുപാട് വിദ്യാഭ്യാസമുള്ള ആൾക്കാരുണ്ടായിട്ട് ഇവിടെ അൺഎംപ്ലോയ്മെന്റ് നടക്കുകയാണ്. എന്തൊരു കഷ്ടമാണ് നോക്കണേ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഇത്രയും സീരിയസ് ആയിട്ടൊരു എഫേർട്ട് എടുക്കുന്നത് കേട്ടോ. അഭിനയ ഇല്ല. CGL rocks, not like KPSC. It will be central government employee by late 2023. Will be അല്ലടാ, I will have been a central government employee by late 2023. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് അല്ലേ? ബൈ 2000 ഇതിലാകുമ്പോഴേക്കും ബൈ വരുമ്പോൾ വിൽ ഹാവ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്
മറക്കല്ലേ ഷമാസെ. All that speculation proved to be far-fetched when the results of the experiment came out. That's great. There was an adversary competition. Adversary competition or? There was an adverse competition. Unfavorable competition. അത് adjective ആണ്. അത് adjective ആണ്. നീ ഉദ്ദേശിക്കുന്ന adverse. അത് adverse ആണ്. എടാ adverse. അത് adjective. Adverse. Adverse situation. Unfavorable എന്നർത്ഥം. അത്ര ഫേവറബിൾ അല്ലായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ഇറ്റ് വാസ് എൻ അഡ്വേഴ്സ് സിറ്റുവേഷൻ. ഒന്നും പറയണ്ട, വല്ലാത്തൊരു അവസ്ഥയായിരുന്നു എന്ന് പറയില്ല കേട്ടോ. എമിലെ അഡ്വേഴ്സ് കേട്ടോ. Yes, adverse competition among the major multinational companies. Owing to the cutthroat scenario, there is no place for speculation in competitive exam. Yes, COVID-19 was a rife concern all over the world. Great. Miss SCയുടെ എക്സാം പുതിയ സിലബസ് ആണോ? ആണ്, പുതിയ സിലബസ് മാറി കേട്ടോ. എമിലെ നമ്മളൊരു ഡീറ്റെയിൽ സെഷൻ വെക്കുന്നുണ്ട്, ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയ സെഷൻ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. യൂറോപ്പ് വിറ്റ്നസ്ഡ് ആൻ അൺപ്രസിഡന്റഡ് റൈഫ് ഓഫ് ബ്ലാക്ക് ഫീവർ. ഗ്രേറ്റ്. വേർ ആക്കിയില്ല സീലിയൻ. ഗ്രേറ്റ്. Prop teams prima facie speculation about the murder was wrong. Yes, great. Your greatest adversary is procrastination, so address it and work hard to taste the fruits of your hard work. Sita, great. Do you know her charity works as low-key? Charity works alla, charity work. Charity pravarti, work aane. Arousal of flood in the southern rural areas of Idiki longs for a stand-off in the everyday lives of common men. Great. Pudiya alla easy English course ippundo. പുതിയ ആളാണ്. അസ്ലം ഉണ്ട്, ഈസി ഇംഗ്ലീഷ് കോഴ്സ് ഇപ്പോൾ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈസി ഇംഗ്ലീഷ് കോഴ്സ് കംപ്ലീറ്റ് ആയി എന്നാണ് തോന്നുന്നു. റീമ മിസ്സിൻ്റെ 2 ക്ലാസ് കൂടെ ഉണ്ടായിരുന്നു, കംപ്ലീറ്റ് ആയി എന്ന് എനിക്ക് തോന്നുന്നു. 17th കംപ്ലീറ്റ് ആണ്. പക്ഷെ അതിന്റെ റെക്കോർഡഡ് വേർഷൻസ് അവൈലബിൾ ആണ്. അസ്ലമിന് താല്പര്യമുണ്ട് കോഴ്സ് പർച്ചേസ് ചെയ്യാനെങ്കിൽ പർച്ചേസ് ചെയ്തോളൂ. റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ബേസിക് ടു അഡ്വാൻസ് ലെവൽ ഉണ്ട്. ഇംഗ്ലീഷ് സെറ്റ് ആക്കാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് റീമ മിസ്സിനോട് ചോദിക്കാം. അതിൽ ഞാൻ വാക്ക് തരും കേട്ടോ. അസ്ലം കൂടെ ഉണ്ടാവും കേട്ടോ. യെസ്. അഭിനയ പി സിയുടെ ഒന്ന് കോട്ടയത്താണ്. ഓക്കെ ഓൾ റൈറ്റ്. ഓക്കെ, നോട്ട് അബൌട്ട് മീ, റൈറ്റ് പോയിന്റ്സ് ഓഫ് വ്യൂ. പോയിന്റ് ഓഫ് വ്യൂ അത് കൊള്ളാം. Keep your friends close, but keep your adversaries closer. That's great. The adversity between Governor spelling Adarsh Governor. Governor OR and ER alle. Chief Minister has made a constitutional crisis in Kerala. Yes, his speculation was wrong because the entire situation was against him. All right. Given that meaning ഒന്ന് പറയോ? Given that ഇങ്ങനെ ആസ് പെർ ദ സിറ്റുവേഷൻ, ഈ പറയപ്പെട്ട രീതിയിൽ ഗിവൺ ദാറ്റ് എന്ന് പറഞ്ഞ ഫ്രേസ് ആണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ പ്രൊവൈഡഡ് ദാറ്റ് എന്ന് പറയില്ലേ, അതായത് ഇങ്ങനൊരു കണ്ടീഷൻ അനുസരിച്ച്, ഇങ്ങനൊരു കണ്ടീഷൻ നമുക്ക് കിട്ടിയതുകൊണ്ട് അതനുസരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ എന്നാണ് കേട്ടോ സീത അതിന്റെ അർത്ഥം. ഗിവൺ ദാറ്റ് എന്ന് പറയുന്നതിന്റെ അർത്ഥം അത്രേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ഒരു കണ്ടീഷൻ പ്രൊവൈഡഡ് ദാറ്റ് എന്നൊരർത്ഥം. അടുത്ത് പഠിച്ചോ, അഡ്മോണിഷൻ. കേട്ട് പരിചയമുണ്ടായിരിക്കും. അഡ്മോണിഷൻ എന്ന് പറഞ്ഞ നൗൺ. അർത്ഥം ഇതാണ്: റിപ്രിമാൻഡ്, റിബ്യൂക്ക്, റീപ്രൂഫ്, റിപ്രോച്ച്. ക്യാൻസലേഷൻ ഇല്ലേ, തിരിച്ച് ഒരു ക്യാൻസലേഷൻ നടക്കുക. അഡ്മോണിഷൻ അതാണ്. റിപ്രൂഫ്, റിപ്രോച്ച്, റിബ്യൂക്ക് വളരെ ഫോമൽ വേർഡാണ്. ഇത് ഫോമൽ വേർഡാണ് കേട്ടോ. അടുത്ത സീസ് ഫയർ. കേട്ട് പരിചയമുണ്ടായിരിക്കുമല്ലോ. ഒരു ടെമ്പററി സസ്പെൻഷൻ ഓഫ് വാർ, അതിനെയാണ് ട്രൂസ്, ആർമിസ്റ്റിസ് അല്ലെങ്കിൽ പീസ് എന്നൊക്കെ പറയും. സീസ് ഫയർ കേട്ടിട്ടുണ്ടല്ലോ. നമ്മളിപ്പോൾ റഷ്യ സീസ് ഫയറിന് വേണ്ടി റെഡിയായെന്ന് പറഞ്ഞതുപോലെ. അടുത്ത പ്രോമിനൻസ് ആണ്. പ്രോമിനന്റ് കേട്ടിട്ടുണ്ടാവും. ആ പ്രോമിനൻസ് പ്രസക്തി അല്ലെ, ഫെയിം, സെലിബ്രിറ്റി, എമിനൻസ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ്. പ്രോമിനൻസ് നൗണ്, പ്രോമിനന്റ് വേർബ് കേട്ടോ. പ്രോമിനൻസ് നൗണ്, പ്രോമിനന്റ് വേർബ് അല്ല, സോറി പ്രോമിനന്റ് അഡ്ജക്റ്റീവ്. പ്രോമിനന്റ് അഡ്ജക്റ്റീവ് ഓർത്ത് വെച്ചോളാം. അടുത്തത് അത് പ്രോമിനന്റ് ആണെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയും. ഇമ്പോർട്ടൻറ്റ്, സിഗ്നിഫിക്കൻ്റ് എന്നൊക്കെ പറയില്ലേ, ആ സാധനം. അടുത്തത് എൻറ്റെയിൽ. എൻറ്റെയിൽ മീൻസ് നെസസിറ്റേറ്റ് ചെയ്യുക, ആവശ്യപ്പെടുക, റിക്വയർ ചെയ്യുക, നീഡ് ചെയ്യുക, ഡിമാൻഡ് ചെയ്യുക. ദാറ്റ് ഈസ് എൻറ്റെയിൽ. പറയാം, ദിസ് സിറ്റുവേഷൻ എൻറ്റെയിൽസ് ഫോർ എ ഡിസ്കഷൻ. എൻറ്റെയിൽസ് എ ഡിസ്കഷൻ. ഈ സിറ്റുവേഷന് ഒരു ഡിസ്കഷന്റെ ആവശ്യം ഉണ്ട്. നമ്മൾ പറയില്ലേ കോൾ ഫോർ, സെയിം സാധനം കേട്ടോ. കോൾ ഫോറിന്റെ സിനണിമാണ്, ബട്ട് കോൾ ഫോർ ഒരു ഫ്രേസൽ വേർബ് ആണെന്ന് മാത്രം. അടുത്ത ട്രാവേഴ്സ് കേട്ടോണ്ടായിരിക്കും. ട്രാവേഴ്സ്, ക്രോസ് ചെയ്യപ്പെടുന്ന അവസ്ഥയ്ക്ക് ട്രാവേഴ്സ് ചെയ്യാന്ന് പറയും. ട്രാവേഴ്സ് ചെയ്യുക ഓർ ട്രാവേഴ്സ് എന്ന നൗണും ഉണ്ട്, നൗൺ ആൻഡ് വേർബ് ഉണ്ട്. ട്രാവൽ അക്രോസ്, പാസ് ഓവർ, നെഗോഷിയേറ്റ് എന്നൊക്കെ ട്രാവേഴ്സിന് അർത്ഥമുണ്ട് കേട്ടോ. ഓർത്ത് വെച്ചോണം. ക്രോസ് ഓവർ, പാസ് ഓവർ, ട്രാവൽ അക്രോസ് എന്നൊക്കെയാണ്, ഓർ നെഗോഷിയേറ്റ് എന്നൊക്കെയാണ് വേർബിന്റെ മീനിങ്. ട്രാവേഴ്സിന്റെ ഓർത്തോണേ. യെസ്, രാജേശ്വരി ഗുഡ് മോർണിംഗ്.
ഉഷാറാണോ? India and China agreed to come to a standoff in the Ladakh region. Yes, chickenpox is a rife disease. Yes. Negative news, rife is future. All right. റൈഫ്ഡ് അല്ലടാ, റൈഫ്ഡ് വരത്തില്ല. എന്നറിയോ, റൈഫ് ഇസ് എൻ അഡ്ജക്റ്റീവ്, റൈഫ്ഡ് അല്ല. നെഗറ്റീവ് ന്യൂസ് ഈസ് റൈഫ്, നെഗറ്റീവ് ന്യൂസ് ഇസ് റൈഫ് ഇൻ ഹിസ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞു. എന്നാൽ കുഴപ്പമില്ല. അഡ്മോണിഷൻ മനസ്സിലായില്ല. അഡ്മോണിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് റിപ്രിമാൻഡ് ചെയ്ത് എന്ന അവസ്ഥ. റിപ്രിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്നർത്ഥം അനൽമെന്റ് അല്ലെങ്കിൽ ക്യാൻസലേഷൻ എന്ന് പറയില്ലേ, അതിനാണ് പറയുന്നത്. റിപ്രിമാൻഡ് എന്ന് പറഞ്ഞാൽ അനൽ ചെയ്യുക, അനൽമെന്റ് ഇല്ലേ, അനൽമെന്റ്. റിപ്രിമാൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഡിസപ്രൂവൽ ഒക്കെ പറയില്ലേ, എന്താ പറയുന്നത്? അഡ്മോണിഷൻ ഇസ് അഡ്മോണിഷന്റെ മീനിങ് വെച്ചാൽ ഡിസപ്രൂവൽ എന്ന് പഠിച്ചു വെച്ചോ, അതാണ് കറക്റ്റ്, ഡിസപ്രൂവൽ. മനസ്സിലായില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഞാൻ പറഞ്ഞു തരുമല്ലോ, പിന്നെ എന്തിനാ മുത്ത ഞാനിവിടെ, കേട്ടോ. അഡ്മോണിഷ് ചെയ്യപ്പെന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ, ഒരു വളരെ ഫോർമലാണ്. ഡിസപ്രൂവൽ ക്യാൻസൽ ചെയ്യാണ്, ഇല്ല പറ്റില്ല, നടക്കില്ല, ഇങ്ങനത്തെ ഒരു കാര്യം ഇവിടെ നടക്കത്തില്ല എന്നുള്ളൊരു, നമ്മളൊരു അപ്രൂവൽ കൊടുക്കാതിരിക്കുക, ഓതറൈസേഷൻ കൊടുക്കാതിരിക്കുക, അത് ആ കൊടുക്കാതിരിക്കൽ അതോറിറ്റി ഇല്ലായ്മ, ഡിസ്അപ്രൂവൽ, അതിനെയാണ് അഡ്മോണിഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ ക്യാൻസലേഷൻ എന്നൊക്കെ നമ്മൾ പറയില്ല, ആ സാധനം നോക്കി വെച്ചാൽ മതി കേട്ടോ. യെസ്, റൈഫ് ഫ്ലൂ ടെറിഫൈഡ്. റൈഫ് ഫ്ലൂ അല്ല, റൈഫ് ഫ്ലൂ. റൈഫ് ഇസ് എൻ അഡ്ജക്റ്റീവ് കേട്ടോ, അഡ്ജക്റ്റീവ് ആണ്, നൗൺ ആയിട്ട് ഉപയോഗിക്കില്ല കേട്ടോ. Terrified the North American livelihood accounting to the former, the court reformed rehabilitation committees for a temporary time frame. Okay. It is onerous to overcome a stalemate situation without a proper slicing and dicing. Without proper slicing and dicing കേട്ടോ. അത് മതിട്ടോ വിനു. അവിടെ എ കൊടുക്കില്ല, എ ഫോർ നൗൺ ഉള്ളി അല്ലേ, നൗൺ അല്ലല്ലോ, സ്ലൈസിങ് ആൻഡ് ഡൈസിങ് ജെറൻസ് ആണല്ലോ, അതുകൊണ്ട്. Albert Einstein was one of the prominent scientists in the world. That's great. Admonition is granted by the court only in certain cases. All right. It would be unwise to go out now given that COVID protocol is still intact. That's great sentence, Cillian. അവിടെ സിലിയൻ ഉപയോഗിച്ച ഗിവൺ ദാറ്റ് കറക്റ്റ് സെന്റൻസ് യൂസേജ് ആണ്. അതിപ്പോൾ ആരായിരുന്നു ചോദിച്ചത്? സീതയാണോ? അല്ല, ആരായിരുന്നു ചോദിച്ചത് സെന്റൻസ്? സീത തന്നെ. സീത കണ്ടോ സെന്റൻസ് നോക്കിയേ. Our love story is a low-key one, but after engagement it became rife story. വിപിനെ കൊള്ളാലോ, വിപിൻ ആദ്യമായിട്ടാണ് വരുന്നത്. The juvenile should be subject to admonition rather than entailing to sentencing. All right, that's great. A happy life entail the prominence of truths. Great. Mr. Mammootty is a prominent actor from southern film industry. Yes, he is. Chief Minister and Governor has made adversary situation. That's great. Moving on to another one. അപ്പോൾ നമുക്ക് അടുത്ത സെറ്റിലോട്ട് പോവാം. അടുത്ത സെറ്റിന് മുമ്പ് KS-ന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തു, ഗോൾഡൻ ബാച്ച്. ഞാൻ പറഞ്ഞിട്ടുണ്ട് KS എന്ന് പറയുന്നത് നമുക്ക് ഒക്ടോബർ മാസം നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ഇരിക്കുന്ന 2 വർഷമായി ഓൾറെഡി പഴയ നോട്ടിഫിക്കേഷൻ വന്നിട്ട്. ഇപ്പം നോട്ടിഫിക്കേഷൻ വന്നില്ല, പിന്നെ KS നോട്ടിഫിക്കേഷൻ വരത്തില്ല. കാര്യം അങ്ങനൊരു എക്സാം ഇവിടുന്ന് കളയും. അപ്പോൾ അത് നമ്മുടെ ഭരണ പാർട്ടിക്ക് വലിയ നാണക്കേടാണ്. അപ്പോൾ എന്തായാലും ഉറപ്പിച്ച് KS-ന്റെ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. അപ്പോൾ 5808 രൂപയ്ക്ക് നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് കിട്ടും, ഡിസ്കൗണ്ടോട് കൂടി കേട്ടോ. 7000 സംതിങ് ആണതിൽ നിങ്ങൾക്ക് 1200 സംതിങ് രൂപ, 400 സംതിങ് രൂപയ്ക്ക് കുറച്ച് കിട്ടും. അപ്പോൾ കോഡ് ഉപയോഗിക്കാൻ മറക്കണ്ട, Y314. ഇന്ന് അതുപോലെ ട്രാൻസ്ലേറ്ററിൻ്റെ 2ാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അവിടെ നിങ്ങൾക്ക് ഇനിയും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ട്, പർച്ചേസ് ചെയ്യുക. 1952 രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് കിട്ടും, ട്രാൻസ്ലേറ്ററിൻ്റെ 2nd ബാച്ച്. അപ്പോൾ Y314 പ്രാക്ടീസ് അതുള്ള ട്രാൻസ്ലേഷൻ്റെ ഇത് കേട്ടോ. നമ്മൾ ഇംഗ്ലീഷ് സ്ട്രക്ചറിങ് അത്യാവശ്യം പഠിച്ച് ട്രാൻസ്ലേഷൻ അത്യാവശ്യം പഠിച്ചാൽ ഫ്ലോ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രാക്ടീസാണ്. നിങ്ങളെ കംപ്ലീറ്റ്ലി പ്രാക്ടീസ് ചെയ്യാൻ നമ്മളിവിടെ ഉണ്ട്, വരാം, ജോയിൻ ചെയ്യാം, ധൈര്യമായിട്ട് വരിക, കൂടെ ഉണ്ടാവും. ഓക്കെ. അതുപോലെ ഹൈക്കോർട്ടിന്റെ ഡ്രൈവർ പോസ്റ്റ് വിളിച്ചിട്ടുണ്ട് അല്ലേ, ഷോഫർ പോസ്റ്റ്. അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം. ലാസ്റ്റ് ഡേറ്റ് 16-ാം തീയതി ആയിരുന്നു. അപ്ലൈ ചെയ്ത് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുകയാണ് എല്ലാവരും. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് ക്ലാസ് ഒന്ന് ഫോളോ ചെയ്ത് പോവുക. 1952 രൂപയ്ക്കാണ് കോഴ്സ്. സ്പെഷ്യൽ ടോപ്പിക്കും അതുപോലെ GK, കറണ്ട് അഫയേഴ്സ്, അതൊക്കെയാണ് നമ്മുടെ ക്ലാസ്സിലുള്ളത്. ഓർത്ത് വെച്ചോളാം. ഓക്കെ. അപ്പോൾ കോഡ് അറിയാലോ, Y312 പർച്ചേസ് ചെയ്യുമ്പോൾ മറക്കണ്ട കേട്ടോ. അപ്പോൾ സാങ്ഷൻ എന്ന വാക്ക് നോക്കിയേ. സാങ്ഷൻ നൗണായിട്ടും വേർബായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന കാര്യമാണ്. സാങ്ഷൻ എന്ന് പറഞ്ഞാൽ അപ്രൂവൽ അല്ലെങ്കിൽ കൺസെന്റ് എന്ന് പറയാം. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, അപ്രൂവൽ അല്ലെങ്കിൽ കൺസെന്റ് നമുക്ക് പറയാൻ പറ്റും. അതേ സാധനത്തിന് പെനൽറ്റി, പണിഷ്മെന്റ് എന്നും പറയാൻ പറ്റും, ആണല്ലോ. അപ്പോൾ ഈ സാധനത്തിനെ വേർബായിട്ട് ഉപയോഗിക്കുമ്പോഴോ ഓതറൈസ് ചെയ്യുക, അപ്രൂവ് ചെയ്യുക, പീനലൈസ് ചെയ്യുക, പണിഷ് ചെയ്യുക. സ്ഥിരമായിട്ട് വായിക്കുന്നു എന്ന് ഇല്ല, എന്നുകൊണ്ട് ഇപ്പം സാങ്ഷൻ എന്ന വാക്ക് അല്ലേ, അത് ഓർക്കണം. അടുത്തത് ത്വാട്ട് ചെയ്യുക മീൻസ് പ്രിവെന്റ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക, ഒപ്പോസ് ചെയ്യുക, ഫോയിൽ ചെയ്യുക, ഹിൻഡർ ചെയ്യുക, തടസ്സപ്പെടുത്തുക. ഒരാളെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക ഫ്രം ഡൂയിങ് സംതിങ്, അതിനെ ത്വാട്ട് ചെയ്യുക എന്ന് പറയും. ഐ എം നോട്ട് ഗോയിങ് ടു ത്വാട്ട് യു ഫ്രം ഡൂയിങ് ഇറ്റ്. ഞാൻ നിന്നെ എന്തായാലും തടയുന്നില്ല മോനെ എന്നൊക്കെ പറഞ്ഞാൽ അതാണ് ത്വാട്ട്. ഓർത്തോണം. അടുത്ത സ്റ്റിപ്പുലേറ്റ് എന്നാണ്. സ്റ്റിപ്പുലേറ്റ് ചെയ്യുക മീൻസ് ഡിമാൻഡ് ചെയ്യുക. സ്റ്റിപ്പുലേറ്റും രണ്ടാണ്. സ്റ്റിപ്പുലേറ്റ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ്. സ്റ്റിപ്പുലേഷൻ ഡിമാൻഡ്സ് ഓർഡർ എന്ന് പറയും അല്ലെ. സ്പെസിഫൈ, സെറ്റ് ഡൗൺ, ലേ ഡൗൺ, റിക്വയർ എന്നൊക്കെ പറയും.
അതാണ് സ്റ്റിപ്പുലേഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ബട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുക എന്ന വേർബ് ഇസ് ഡിഫറെൻറ്റ്. സ്റ്റിമുലേറ്റ് അത് വേറൊരാണ്. സ്റ്റിമുലേറ്റ് ഓർത്തോണം. സ്റ്റിമുലേറ്റ് എന്താണ് വേർബ്? മീനിങ് പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സ്റ്റിമുലേറ്റ് എന്താണ്. ഓക്കെ, സ്റ്റിമുലേറ്റ് ചെയ്യുക എന്താണ് മീനിങ്? ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ഫോർ സംതിങ് എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട്. എന്താ സ്റ്റിമുലേറ്റ് ചെയ്യുക? സ്റ്റിമുലേറ്റ് ചെയ്യാൻ 2 രീതി നമുക്ക് പറയാം. എൻകറേജ് ചെയ്യുക, അല്ലെങ്കിൽ റിസ്റ്റോർ ചെയ്യുക, അല്ലെ റിവൈവ് ചെയ്യുക എന്നൊക്കെ പറയാം കേട്ടോ. സ്റ്റിമുലേറ്റ് ചെയ്യുക അല്ലേ, അതിനെ എൻകറേജ് ചെയ്യുക, സ്ട്രെങ്തൻ ചെയ്യുക എന്നൊക്കെ പറയാം. അടുത്ത് കോഷ്യസ്. എന്താ കോഷ്യസ്? കെയർഫുൾ, വെരി അവെയർ, ഹീഡ്ഫുൾ. ബി കോഷ്യസ്. ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും കോഷ്യസ്, ബി കോഷ്യസ് അല്ലേ. അത് അടുത്ത ബ്രോക്കറെ നമുക്കറിയാം അല്ലേ. എന്താ ബ്രോക്കർ വഴിയാണോ കല്യാണാലോചന വന്നേ എന്ന് ചോദിക്കില്ലേ? ബ്രോക്കർ, സ്ഥലക്കച്ചവടത്തിന് ഒരു ബ്രോക്കർ അല്ലേ. ഏജന്റ്, നമ്മളിപ്പോൾ അതിന് പറയും നമ്മുടെ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആണ് ബ്രോക്കർ. അത് തന്നെ ഡീലർ അല്ലെങ്കിൽ ഏജന്റ്, ബ്രോക്കർ എന്ന് പറയും. ബ്രോക്കർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അറേഞ്ച് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, നെഗോഷിയേറ്റ് ചെയ്യുക. ബ്രോക്കർ നൗണും ഉണ്ട്, വേർബും ഉണ്ട്, മറന്നു പോകണ്ട. ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലുണ്ടായിരിക്കണേ സെന്റൻസ്. ഓക്കെ, നോക്കട്ടെ. പീസ് ടോക്സ് ബിറ്റ്വീൻ ദ ടു. ഓക്കെ. Chief Minister and Governor has made adverse situation. The peace talks between the two nations ended up successfully in a ceasefire. That's great. He tried to enter the palace despite the admonitions from the gatekeepers. അവിടെ കോമ വേണ്ട കേട്ടോ. കോമയുടെ ആവശ്യമില്ല സീലിയൻ. ഓക്കെ, പങ്ക്ച്വേഷൻ ശ്രദ്ധിക്കാം. She showcased her prominence in the class. Great. The public authorities admonition is not a admonition verb ആണ്. The construction of flyover in Kottayam. Flyover ഒറ്റ വാക്ക് ഹൈഫനേറ്റഡ് ആയിട്ട് എഴുതിക്കാം എമിലെ. അതെ അല്ലേ, വിപിൻ ആദ്യത്താണല്ലേ. വെൽക്കം ടു ദ ക്ലബ് കേട്ടോ വിപിൻ. ദ സ്പിയർ ഹെഡ് കോൾ ഫോർ എ സീസ് ഫയർ. ദാറ്റ്സ് ഗ്രേറ്റ്. ദ എൻറ്റയർ വേൾഡ് എൻറ്റൈൽസ് ടു റഷ്യ ടു സ്റ്റോപ്പ് ദ വാർ ആൻഡ് മേക്ക് പീസ്. സത്യം. പ്ലീസ് അല്ലേ, റിക്വയർ ചെയ്യാണ്. ദാറ്റ്സ് ഇറ്റ്. Every competitive exam entail prominence in the English language. Entail അല്ലല്ലോ രാജേശ്വരി, every competitive exam സിംഗുലർ ആണ്. അപ്പോൾ verb entails കൊടുക്കണം. മിസ്സിൻ്റെ എഡിറ്റോറിയൽ ഇല്ലെങ്കിൽ ഞാൻ രാവിലെ എണീക്കാറില്ലായിരുന്നു. ആണോ? അടിപൊളി. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. എഡിറ്റോറിയൽ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ രാവിലെ എണീക്കാറില്ല. ഇപ്പോൾ സൺഡേ ഒക്കെ ഉണ്ടല്ലോ, അറിയാതെ ഞാൻ ഞെട്ടി എണീക്കും. 7:15 അറിയാതെ ഞെട്ടും. എന്താ, ശനിയാഴ്ച വരെ എന്നും ആ ടൈമല്ല, ഇപ്പോൾ റുട്ടീനായി പോയെന്നേ. അതുകൊണ്ട് എനിക്കിപ്പം ഞായറാഴ്ച ഒന്ന് മര്യാദയ്ക്ക് മനസ്സ് തുറന്ന് ഒരു 10 മണി വരെ കടന്നുറങ്ങാൻ പറ്റും. മമ്മി എന്നോട് ചോദിക്കും, എന്നാ പറ്റി റിന്റു, ഇപ്പോൾ എന്ത് പറ്റി മോളെ, നീ അങ്ങ് ആള് മാറിപ്പോലും ഇപ്പം 10 മണി വരെ ഒന്നും കിടക്കുന്നില്ലേ എന്നൊക്കെ എന്നോട് ചോദിക്കും. രാവിലെ നീ ഇപ്പം എന്താ കിടക്കണില്ലേടി, ഞായറാഴ്ച കുറച്ചുകൂടി നേരം കിടന്നുകൂടെ നിനക്ക്? അപ്പം ഞാൻ മമ്മി പറ്റണില്ല, ഞാൻ ശ്രമിക്കാനിട്ടില്ല, അനുവദിക്കുന്നില്ല. എൻ്റെ മനസ്സ് ചാടി എണീറ്റ് പോവാ പേടിച്ചിട്ട്. എപ്പോഴും അടിച്ചോട്ടില്ല. ഒരു ദിവസം ഞാൻ സ്വപ്നം കണ്ട് എണീക്കുക. എന്താ, ശനിയാഴ്ച ഒരു ദിവസം ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം കണ്ടെന്നറിയോ? എഡിറ്റോറിയൽ തുടങ്ങി 8:30 ഞാൻ ഞെട്ടി എണീക്കുന്നതായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ഇനിയിപ്പോൾ അത് നടക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ നിർബന്ധം, എനിക്കിപ്പോൾ മനസ്സിൽ എപ്പോഴും എഡിറ്റോറിയൽ ഇട്ടോന്നൊരു വിചാരമുള്ളൂ. ദ ഡിപ്ലോമാറ്റ്സ് കോൾ ഫോർ എ സീസ് ഫയർ ഒറ്റ വാക്ക് സീലിയൻ. റൈഫ് വെച്ച് എന്താ പറയാ, ദ റൂമർ വാസ് റൈഫ്, അല്ലെങ്കിൽ ഈസ് റൈഫ് എന്ന് പറയാലോ. എന്താ പറയാ, ദ മാരേജ് the wedding of ഇന്നയാള്, the wedding of Ranveer അല്ല, the wedding of Ranbir Kapoor and Alia Bhatt is rife, is widespread. എല്ലായിടത്തും ഉണ്ട്, ഭയങ്കര കോമൺ ആണ് എന്ന് പറയില്ലേ ആ സാധനം. ദ സ്റ്റോറി ഓഫ് ദ ന്യൂസ് ഓഫ് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാം, അങ്ങനെ കൊടുക്കാം കേട്ടോ. അത്രയും പറഞ്ഞാൽ മതി അനുപമ. യു ക്യാൻ ഐദർ ഗിവ് സാങ്ഷൻ ഓർ അഡ്മോണിഷൻ. ദാറ്റ്സ് ഗ്രേറ്റ്. സ്റ്റിമുലേറ്റ് ട്രിഗർ. സ്റ്റിമുലേറ്റ് ചെയ്യുക, ട്രിഗർ ചെയ്യാൻ പറയാം. കറക്റ്റ് ആണ്. യെസ്. The government sanctioned the life project to construct 1,000 houses to the households. Yes. ഉത്തേജിപ്പിക്കുക. Yes, Sita. Thwarting the person from committing offences is one of the duties of the police. Great. The construction won't begin until the budget is sanctioned. Yes. Brokerage adjective ആണോ? അല്ല, ബ്രോക്കറേജ് നൗൺ ആണ്. ആ ബ്രോക്കർ ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് ബ്രോക്കറേജ് എന്ന് പറയാമില്ലേ, അത് നൗൺ ആണ് കേട്ടോ. യെസ്. She is too cautious about her outer looks. Yes. Everybody foiled driving due to traffic jam. Great. English is a prominent language in the world. Yes, it is. His leave is not sanctioned by area head. Okay. Yes. The army successfully thwarted a terrorist attack. The local self-government took necessary steps to thwart the spread of viral diseases. Great. The court sanctioned RBI to sign the petition with Reliance Industries aiming to the establishment of artificial intelligence-oriented transaction AIoT. Yes. The investor should be cautious while investing in securities. Great.
The environmentalist has reiterated over and over again. എടാ റീട്രേറ്റ് തന്നെ റിപ്പീറ്റ് ചെയ്യുക, പിന്നെ ഓവർ ആൻഡ് ഓവർ എഴുതരുത്. ദാറ്റ്സ് സൂപ്പർഫ്ലുവസ്. റീട്രേറ്റ് ചെയ്യുന്ന റീസ്പീച്ച് ചെയ്തു, സോറി റീറ്റെൽ ചെയ്തു, റീഡൂ ചെയ്തു, അപ്പോൾ പിന്നെ ഓവർ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. റീട്രേറ്റഡ് അബൌട്ട് ദി പ്രോമിനൻസ് ഓഫ് ക്ലീൻ ഇന്ത്യ ഡ്യൂറിംഗ് ഹിസ് സ്പീച്ച്, അത് മതി. വൈൽ സാങ്ഷനിങ് ദ പ്രോജക്ട് ഗവൺമെന്റ് പ്രോജക്ട് അവിടെ കോമ വേണം പ്രവി. ഗവൺമെന്റ് റിക്വയർഡ് ദ പാർട്ടീസ് ടു ഗിവ് സെക്യൂരിറ്റി. All his dreams were thwarted by the pandemic. However, he was not ready to yield and started chasing better pastures. Great. The court stipulates a further probe deemed to the sanction of the perpetrator. Great. The knight thwarted the enemies from taking the crown jewel. Great. Well, the game on oda nee parayna Celine. Taking into account the client's demands, the stipulated time period is extended for an extra 7 days. Great sentence, people. Appo moving on, next set lotu പോകുമ്പോഴേക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ. കാര്യം നമ്മൾ മറ്റുള്ളവർക്ക് കൂടി ഇത് ഉപകാരപ്പെട്ടെ, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പരമാവധി നിങ്ങളെല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ഇട്ടെ. പകുതി പേര് ഒരു ലൈക്ക് ഇട്ടിട്ടില്ല. ഷോ മി സം ലവ് പീപ്പിൾ. എന്ത് ജാടക്കാരാണ് പിള്ളേരെ. അടുത്ത റിലക്റ്റന്റ്. എന്താ റിലക്റ്റന്റ്? മടി. നമ്മൾ കാണില്ലേ റിലക്റ്റന്റ്. അൺവില്ലിങ് അല്ലേ? അൺവില്ലിങ്, റിലക്റ്റന്റ്, ഹെസിറ്റന്റ് അല്ലേ? അൺവില്ലിങ്, റിലക്റ്റന്റ്, അല്ലെങ്കിൽ ഹെസിറ്റന്റ്, ഡിസ്ഇൻക്ലൈൻഡ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഓർത്തോണം. അടുത്ത ബാക്കിംഗ്. ഐ നീഡ് ബാക്കിംഗ് ഫ്രം യു. എനിക്ക് നിൻ്റെ ഒരു സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട്, എനിക്ക് നിൻ്റെ ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ട്, എനിക്ക് നിൻ്റെ അസിസ്റ്റൻസിൻ്റെ ആവശ്യമുണ്ട്, എനിക്ക് നിൻ്റെ അപ്രൂവലിൻ്റെ ആവശ്യമുണ്ട് അല്ലേ? പീപ്പിൾ ഓൾവേസ് ലുക്ക് ഫോർ ബാക്കിംഗ് ഫ്രം സംബഡി അല്ലേ? ദർ ക്ലോസ് വൺസ് നിന്ന് അല്ലേ? ബാക്കിംഗ് ഒരു നൗൺ ആണ്. ഇറ്റ്സ് നോട്ട് എ വേർബ്, ഇറ്റ്സ് നോട്ട് ജെറൻഡ്, ഇറ്റ്സ് നൗൺ. കേട്ട പിള്ളേരെ ഓർത്തോണം. അടുത്തത് കോർട്ട്. കോർട്ട് എന്ന് പറഞ്ഞാൽ കോർട്ട് ഓഫ് ലോ, അല്ലെങ്കിൽ നമ്മുടെ കോർട്ടില്ലേ ടെന്നീസ് കോർട്ട്, ഫീൽഡ്, അതുകൊണ്ട്. എന്നാൽ വേർബ് ഉണ്ട്, കോട്ട് ചെയ്യുക. നമ്മളൊരാളെ വീഴ്ത്തുക, വൂ ചെയ്യുക, അല്ലെങ്കിൽ പെർസ്യൂ ചെയ്യുക. പുറകെ നടന്നല്ലേ കല്യാണം കഴിക്കാനൊക്കെ വേണ്ടി നമ്മൾ പണ്ടൊരു കോർട്ട്ഷിപ്പ് ഉണ്ട്. കോർട്ട്ഷിപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഈ കോർട്ടിൻ്റെ നൗണ് കോർട്ട്ഷിപ്പാണ് കേട്ടോ. ഈ കോർട്ട് ഞാൻ പറഞ്ഞു വൂ ചെയ്യാതെ കോർട്ട്ഷിപ്പ് ആണ് നൗണ്. കോർട്ട്ഷിപ്പ് അതായത് നമ്മളൊരാളെ പുറകെ നടന്ന് എന്താ പറയുക, വീഴ്ത്തുക എന്ന് പറയില്ലേ, പുറകെ നടന്ന് വീഴ്ത്തും. ആണോ പെണ്ണോ, രണ്ടുപേരും തമ്മിൽ ആണോ പെണ്ണോ, ഏത് ജെൻഡറോ, അങ്ങനെയില്ല. അതിനാണ് കോർട്ട്ഷിപ്പ് എന്ന് പറയുക. അതിൻ്റെ വേർബാണ് വൂ ചെയ്യുക, പെർസ്യൂ ചെയ്യുക എന്നുള്ളത് ഓർത്ത് വെച്ചണം. ഓക്കെ, അടുത്ത് പിടിച്ചോ. എംബോൾഡൻ. ഈ ബോൾഡാന്ന് പറഞ്ഞിട്ട് തന്നെ കോൺഫിഡൻ്റ് ആണെന്നല്ലേ അർത്ഥം. അപ്പോൾ എംബോൾഡൻ ചെയ്യുക മീൻസ് എൻകറേജ് ചെയ്യുക, ഹാർട്ടൻ ചെയ്യുക, സ്ട്രെങ്തൻ ചെയ്യുക, ഫോർട്ടിഫൈ ചെയ്യുക. ദാറ്റ് ഇസ് എംബോൾഡൻ. സ്ട്രെങ്തൻ ചെയ്യുക, ഹാർട്ടൻ ചെയ്യുക, എൻകറേജ് ചെയ്യുക എന്നൊക്കെ ഓർത്ത് വെച്ചോളാം. ദാറ്റ്സ് എംബോൾഡൻ. എന്നാൽ വേറൊരു നെഗറ്റീവ് വേർഡ് പിടിച്ചോ. ഡീസ്റ്റെബിലൈസ് എന്ന് വെച്ചാൽ സ്റ്റേബിൾ ആക്കുക, ബാലൻസ് ചെയ്യാവല്ലേ. അപ്പോൾ ഡീസ്റ്റെബിലൈസ് മീൻസ് അണ്ടർമൈൻ ചെയ്യുക, കൊളമാക്കുക, വീക്കൻ ചെയ്യുക, ഇമ്പയർ ചെയ്യുക. ഇമ്പയറിന്റെ ഓപ്പോസിറ്റ് എന്താ? റിപ്പയർ. ഓർമ്മയുണ്ടോ? ഇമ്പയറിന്റെ ഓപ്പോസിറ്റ് എന്താ? റിപ്പയർ. ഓർത്തോണെ, റിപ്പയർ. ഡാമേജ് ചെയ്യുക എന്നാണ് ഇമ്പയർ ചെയ്യുക അല്ലെ? ഇമ്പയർ, വീക്കൻ, അണ്ടർമൈൻ ഒക്കെ ഡീസ്റ്റെബിലൈസ്. അപ്പോൾ ഇമ്പയറിന്റെ ഓപ്പോസിറ്റ്, കൃത്യം ഓപ്പോസിറ്റ് ഈസ് റിപ്പയർ. ഓർത്ത് വെച്ചോണ്ട് ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ബട്ട് ഐ വോണ്ട് യു ടു റിമെമ്പർ ഇറ്റ് അഗൈൻ. അതുകൊണ്ടാണ് one can revise it again. One can never be, ഓർക്കുക and revise ചെയ്യുക. One can never be too cautious when it comes to driving. Yes, Celine, that's great. Teachers stipulate students' attention. Arshade, the teacher singular ആണ്, അപ്പോൾ stipulates കൊടുക്കുക. The teacher stipulates students S കഴിഞ്ഞിട്ട് ഒരു അപ്പസ്ട്രോഫി കൊടുത്തേ, എന്നിട്ട് attention. The teacher stipulates students' attention. കേട്ടോ. The court stipulated necessary conditions regarding the stray dog issue. Yes, I always thought her for doing things in a messy way. മെസ്സിയുടെ സ്പെല്ലിംഗ് എന്താ വിപിനെ? MESS, I മെസ്സി അല്ല, MESS Y മെസ്സി. കേട്ടോ, Y ആണ്. പിന്നെ ഐ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്ന വാക്ക് പ്രൊനൗൺ കൊടുക്കുമ്പോൾ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണേ വിപിൻ, ഒന്ന് ശ്രദ്ധിക്കണം. ഐ എം റിലക്റ്റന്റ് ടു ഗിവ് അപ്പ്. എനിക്ക് മടിയാണ് ലൈക്ക് ക്വിറ്റ് ചെയ്യാൻ, അത് കൊള്ളാം സന്ദേശം. ആ ആറ്റിറ്റ്യൂഡ് വേണം, നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ്. അനു ഓക്കെടാ മുത്തേ. ഷി വാസ് റിലക്റ്റന്റ് ടു ടേക്ക് മെഡിസിൻസ്. ദേ വർ പെയ്ഡ് a hefty commission for brokering the deal. Great. They are very cautious while handling the problems. Very great. We should thwart spread of stray dog. Yes. He's reluctant to do his duties. All right. The reluctant behavior makes you nothing. That's great, Adarsh. Her education was backed by a charitable trust. Great. Court took its decision on the basis of evidence. There is an unknown reluctance inside me for working hard. അല്ലെ, എന്തോ മനസ്സുകൊണ്ട് എന്നെ ആരോ പിടിച്ച് വലിക്കുകയാണ് അല്ലേ അശ്വതി? എനിക്ക് മനസ്സിലാവും അല്ലേ, മടി എന്ന് പറയും നമ്മളതിനെ അല്ലേ. എൻ്റെ മടി, എൻ്റെ ഉള്ളിൻ്റെ മടി കിടന്ന് ഇങ്ങനെ ഉണരുവാന്ന്. He was a bit reluctant to enter the pool as he couldn't fathom its depth. All right. He emboldened me അല്ല പിന്നെ he emboldens. He singular. അപ്പോൾ verb singular കൊടുത്തേ. He emboldens me to
പാർട്ടിസിപ്പേറ്റ് ദ പ്രോഗ്രാം അല്ല, പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രോഗ്രാം കേട്ടോ. ഹി എംബോൾഡൻസ് മീ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രോഗ്രാം, പ്രോഗ്രാമിൽ കേട്ടോ. അടുത്തത്, there may be a prospect of minors, so the army personnel are requested to be cautious while taking strides. Great. അപ്പോൾ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് സെറ്റ്, നമ്മുടെ FCIയുടെ പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. നമ്മുടെ കാറ്റഗറി 1, അതായത് ഗ്രേഡ് 1, കാറ്റഗറി 2, സോറി ഗ്രേഡ് 1 അല്ല, കാറ്റഗറി 2 ആൻഡ് കാറ്റഗറി 3 വിളിച്ചിട്ടുണ്ട്. അപ്ലിക്കേഷൻ ഫോം ഞാൻ കാറ്റഗറി 2 ഫില്ല് ചെയ്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്കുക. നമ്മുടെ ഫുഡ് കോപ്പ് FCIയുടെ ഇതെടുത്ത് നോക്കണേ. വീഡിയോസിന് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പ്ലേലിസ്റ്റ് എടുത്തൊന്ന് റെഫർ ചെയ്തോണേ. അപ്പോൾ 2200 ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഉള്ളിലാണ് നിങ്ങളുടെ കോഴ്സ് ഫീ. ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഇതും 2200 എമൗണ്ട് ആണ്. SBIയുടെ ബാങ്കിൻ്റെ SBI ക്ലർക്കിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 27 ആണ്. FCI ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗ്രേഡ് 2 ഗ്രേഡ് 3 പോസ്റ്റുകളിലോട്ടുള്ള അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 26 ആണ്. ലാസ്റ്റ് മിനിറ്റിൽ വെച്ചുകൊണ്ടിരിക്കരുത്, അപ്ലൈ ചെയ്യുക. അപ്പോൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കണം, കൺസിസ്റ്റന്റ് എഫോർട്ട് പഠിക്കണമെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. വി വിൽ ബി ഹിയർ ടു ഹെൽപ്പ് യു ഔട്ട്. Y314 എന്ന കോഡ് ഉപയോഗിച്ച് കോഴ്സ് പർച്ചേസ് ചെയ്യാനും മറക്കണ്ട. Y314 എന്ന കോഴ്സ് ഉപയോഗിച്ചിട്ട് കോഡ് ഉപയോഗിച്ച് കോഴ്സ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 17% ഡിസ്കൗണ്ടിൽ കോഴ്സ് കിട്ടും. അപ്പോൾ പിള്ളേരെ നമുക്ക് ലാസ്റ്റ് സെറ്റിലോട്ട് പോകാം. എന്നിട്ട് നമുക്ക് ആർട്ടിക്കിളോട്ട് പോകാം. ഇറ്റ് ഇസ് ടൈം. Rintu ma'am's words embolden our confidence to move forward with perseverance. Thank you, Sita. I'm really honored to hear that. Bangladesh government partially hold hands. Hold Allah. Bangladesh government is singular. Alle. Uma, appa holds hands to the Indian government. To the Allah, holds hands with Indian government with huge rage and reluctance, destabilizing the conventionally unseen unity. The court of the company executive make Allah court alla singular aane appo makes kodukane emil court of the company executive makes every employee satisfied. The court was reluctant to give bail to culprits. Jiddu great. Embolden the youth to think independently. That's great. Strengthen the youth alle. സത്യം അല്ലെ, ഫ്രീ തിങ്കിങ് പോട്ടെ എല്ലാവരും. അല്ല, അങ്ങനെ വേണം ചെയ്യാൻ, അല്ലാതെ അത് ചെയ്ത് പറഞ്ഞു കൊടുക്കരുത് അല്ലേ. ഹർ പേരൻസ് ടേക്ക് ദി നെസസറി സ്റ്റെപ്സ് ടു ത്വാട്ട് ഹർ റിലക്റ്റന്റ് നേച്ചർ. ഗ്രേറ്റ്. യുവർ വീഡിയോസ് ആർ എംബോൾഡറിംഗ് എവറി സ്റ്റുഡൻറ്റ് and the process grinding on in the editorial session. Pravi, I'm really honored. Thank you so much. Rintu, ഉത്തരത്തിൽ കയറണ്ട, ഇറങ്ങിപ്പോര്. She emboldened, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയുന്ന കേട്ടോ. She emboldened me to work hard and to achieve my dream. That's great. That's great sentence. Why did you destabilize my work? Anubhava, I don't know. Moving on, people, let's look at the editorial article നോക്കാം. Era of war is over. അങ്ങനെ വോറിന് ഒരു വിരാമമായി മക്കളെ, വിരാമമായി അല്ലേ. Let's read it. India did well to caution Vladimir Putin over the Ukraine war. അപ്പോൾ ഇന്ത്യ നല്ല രീതിയിൽ കോഷൻ ചെയ്തു. ആരോട്? വ്ളാഡിമിർ പുടിൻ. നമ്മുടെ പുടിനോട് പറഞ്ഞു, പുടിൻ ചേട്ടാ വേണ്ട കേട്ടോ, ഉക്രൈൻ വാർ നമുക്ക് നിർത്തിയേക്കാം, ഇതത്ര നല്ല കാര്യം അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉക്രൈൻ വാറിനൊരു വിരാമം ഇട്ടു എന്നാണ് ഇവിടെ പറയണേ. ഓക്കെ അല്ലേ? നമുക്കതൊന്ന് വായിച്ചുവിടാം. അപ്പോൾ എല്ലാവർക്കും വായിച്ചുകൂടെ? റെഡി ആയിരിക്കും? ഒരു തംസപ്പ് ഇട്ടേ. ഇതുവരെയുള്ള വൊക്കാബുലറി ഒക്കെ മനസ്സിലാക്കി ഒരു തംസപ്പ് ഇട്ടേ പിള്ളേരെ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൂടി ഇടുക കേട്ടോ. ഇത് മനസ്സിലാക്കി 70+ വ്യൂവേഴ്സ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാനും മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി ഒരു തംസപ്പ് ഇടാനും മറക്കണ്ട. ഓക്കെ. Although the musical video turned out to be gemstone in the golden era, audience accepted the fact that the backing track is on a next level. That's great. SBIയുടെ അയക്കുമ്പോൾ തമ്പ് ഇംപ്രഷൻ ബ്ലാക്ക് ആണോ ബ്ലൂ ആണോ ഉപയോഗിക്കേണ്ടത്? തമ്പ് ഇംപ്രഷൻ ബ്ലാക്ക് ആകാം, ബ്ലൂ ആവാം, ഒരു പ്രശ്നമില്ല കേട്ടോ. ആദ്യം തമ്പ് ഇംപ്രഷൻ എടുത്തിട്ട് അതിനെ ഫോട്ടോ എടുത്തിട്ട് അതിനെ നിങ്ങൾ JPG ഫോമാറ്റിലാക്കിയിട്ട് ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട്, എന്നിട്ട് അപ്ലോഡ് ചെയ്യണം കേട്ടോ. KP കുട്ടൻ മറക്കരുത്. ഗവൺമെന്റ് ഈസ് റിലക്റ്റന്റ് ടു സെൻഡ് എ ബാക്കിംഗ് വൈൽ ദ കാറ്റഗറി സ്ട്രെങ്ത് ഇസ് ഡീറ്റീരിയോറിംഗ്. ഡിസ്റ്റബിലൈസ് പറയില്ലേ? പറയാം കറക്റ്റാ. അതെ, തമ്മിന് പ്രശ്നമല്ല. സൈൻ്റെ ആണ് ഡിക്ലറേഷനും ബ്ലാക്ക് ആണ്. ജിഷ്മയ വെരി ഗുഡ്. യെസ്. യജ്ഞ 2.0 ഉള്ളവർ SBI ക്ലർക്ക് ക്ലാസ് ജോയിൻ ചെയ്യണം. വേണ്ട DK വേണ്ട. യജ്ഞ 2.0 ഉള്ളവർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, ഇനി നിങ്ങൾ നോക്കണ്ട. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കണേ, റെഗറസ് ആയിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, അത് മതി. പുതിയ ആൾക്കാർ മാത്രം ജോയിൻ ചെയ്താൽ മതി. പഴയ ആൾക്കാർ യു നോ ഇറ്റ്, നിങ്ങൾ പഠിച്ചതാ. Putin reluctancy അല്ല സോണല്ലേ, Putin's reluctancy to give up the war destabilized Russia's trade relationship among world countries. Yes, some teachers embolden students but some others destabilize. സത്യം കറക്റ്റാണ്. മൂവിങ് ഓൺ. അപ്പം നമുക്ക് വായിക്കാം അല്ലേ. India did well to caution Vladimir Putin over the Ukraine war. അപ്പോൾ നോക്കാം. Compared to its relatively low-key past, the summit of the Shanghai Cooperation Organization SCO councils of heads of state in Samarkand took place in the crosshairs of international attention.
Apart from the SCO's new agreements on regional engagement, discussions among the 8 members, including 4 Central Asian states, Kazakhstan, Kyrgyzstan, Tajikistan, and Uzbekistan, focused on inducting Iran as a member, broadening the SCO dialogue partners to West and South Asia, and on trade, tourism and counter-terrorism. അങ്ങനെ പോകുന്നു. അപ്പം നമുക്ക് നോക്കാം പറഞ്ഞു വരുന്നത് എന്ത് എന്ന് നോക്കാം. അപ്പോൾ ഈ വോറ് നിന്നു എല്ലാം കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. കാര്യം വെച്ചാൽ കുറച്ച് റിലേറ്റീവ്ലി കുറച്ച് എന്താ പറയുക അണ്ടർസ്റ്റേറ്റ് ചെയ്യപ്പെട്ട ഒരു പാസ്റ്റാണ് ഈ പറയുന്ന സബ്മിറ്റ് ഓഫ് സാങ്കായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്. കാര്യം SCO കൗൺസിലിനെ പറ്റി വലിയ കാര്യമായിട്ട് അങ്ങനെ വലിയ പുറത്തറിയപ്പെട്ട ഒരു വലിയൊരു കോപ്പറേഷൻ അല്ല ഈ പറയുന്ന സാങ്കായ് കോപ്പറേഷൻ എന്ന് പറയുന്ന സാങ്കായ് കോപ്പറേഷൻ കൗൺസിൽ. അവരുടെ ഓർഗനൈസേഷൻ്റെ കൗൺസിൽ അവർ അറിയപ്പെടുന്നൊന്നുമല്ല, അവരുടെ ഹെഡ്സും ഒന്നും വലിയ കാര്യമായിട്ട് അറിയപ്പെടുന്നൊന്നുമല്ല കേട്ടോ. അതിങ്ങനെ എവിടെ വെച്ച് നടന്നു? സമർക്കന്ദിൽ വെച്ച് നടന്നു കഴിഞ്ഞ ദിവസം കേട്ടോ. അതിൽ എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്റർനാഷണൽ അറ്റൻഷൻ കിട്ടി, അത്യാവശ്യം ഇന്റർനാഷണൽ അറ്റൻഷൻ ഇത്തവണ കിട്ടിയതിന് കാര്യമുണ്ട് താനും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പം എന്താ നോക്കാം, എന്തിനു വേണ്ടായിരിക്കും ഇതിന് ഈ പറയുന്ന ഇന്റർനാഷണൽ അറ്റൻഷൻ കിട്ടിയത് എന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, കാര്യം വെച്ചാൽ ഈ SCOയുടെ അഗ്രിമെന്റ്സിനോട് പുതിയ അഗ്രിമെന്റ്സിനോട് കൂടാതെ റീജിയണൽ എൻഗേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള പുതിയ അഗ്രിമെന്റ് ആണ്. അവർ റീജിയണലായിട്ട് അലൈസ് എല്ലാം കൂടി ചേർന്ന് ഒരു അഗ്രിമെന്റ് വെക്കുന്നു. അതുകൂടാതെ 8 മെമ്പേഴ്സിന്റെയും എന്താ പറയുക ഡിസ്കഷൻസ് കൂടെ നടന്നായിരുന്നു. അപ്പോൾ എന്തിനെ പറ്റിയ സെൻട്രൽ ഏഷ്യൻ ഇപ്പോൾ ഇൻക്ലൂഡിങ് അതിൽ 4 സെൻട്രൽ ഏഷ്യൻ സ്റ്റേറ്റ്സും ഉണ്ട്. ലൈക്ക് ഏതൊക്കെയാണ് 4 സെൻട്രൽ ഏഷ്യൻ സ്റ്റേറ്റ്സ്? കസക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ഇങ്ങനെയുള്ള 4 സെൻട്രൽ ഏഷ്യൻ സ്റ്റേറ്റ്സും ഉണ്ട്. ആൻഡ് ഇവരെന്തിനാ ഫോക്കസ് ചെയ്ത് ഈ പറഞ്ഞ ഡിസ്കഷൻ എന്തിനെ ഫോക്കസ് ചെയ്താ പറയുന്നത്? അവർ അഡ്മിറ്റ് ചെയ്യാം, ഇൻഡക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ചെയ്യാം, ഇൻഡക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ടു. ഓക്കെ, അപ്പോൾ ഓർഗനൈസേഷനിലിട്ട് ഇറാനെ ഒരു മെമ്പർ ആക്കാം. എങ്ങനെയാണ്? കാരണം ഇറാനെ സാധാരണയായിട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ, ഇറാനെ മൊത്തത്തിൽ മാറ്റി നിർത്തിയേക്കും എല്ലാ കാര്യത്തിലും. അതിൽ ഇറാനെയും കൂടെ മെമ്പർ ആക്കാം. ആൻഡ് SCO എന്നൊരു ബ്രോഡനിങ് ആക്കാം അല്ലേ. വെസ്റ്റ് ഏഷ്യയും സൗത്ത് ഏഷ്യയും തമ്മിലൊരു എന്താ പറയുക ലിങ്ക് ഓഫ് ദി ലിങ്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് ട്രേഡിൻ്റെ ഭാഗത്തുനിന്ന് സെറ്റാക്കണം, ടൂറിസം സെറ്റാക്കണം, അതുപോലെ കൗണ്ടർ ടെററിസത്തിന് എല്ലാവരും എതിരാണ്, നമ്മളെല്ലാവരും ടെററിസത്തിൻ്റെ. അപ്പോൾ ട്രേഡിന് സെറ്റാക്കണം, ടൂറിസം സെറ്റാക്കണം, കൗണ്ടർ ടെററിസത്തിന് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കണം, ഒരുമിച്ച് നിൽക്കണം. ആരൊക്കെയാ? വെസ്റ്റും സൗത്ത് ഏഷ്യയും കൂടെ ഒരുമിച്ച് നിൽക്കണം എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന കാര്യം മുന്നോട്ട് പോയിക്കൊണ്ടത്, പാർട്ട്നേഴ്സ് എല്ലാം കൂടി. അപ്പോൾ ഇറാനെ ഇതിൻ്റെ ഭാഗമാക്കാം എന്ന രീതിയിലാണ് ഇവർ പറഞ്ഞ് തീരുമാനിച്ചുകൊണ്ടിരുന്നത്. SCO സാങ്കായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ കൗൺസിൽ ഓഫ് ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് ആണ് സമർക്കന്ദിൽ വെച്ച് ടു പ്ലേസ് ചെയ്ത് കഴിഞ്ഞ ദിവസം. ഓക്കെ, നോക്കാം. അപ്പോൾ കൗണ്ടർ ടെററിസം ആ റീജിയനിൽ നമ്മളൊന്ന് സെറ്റാക്കി അതിനെതിരെ പ്രവർത്തിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. However, എന്നിരുന്നാലും more focus was on the bilateral meetings on the sidelines, as this was the first such major conference that Russian President Vladimir Putin attended since the Ukraine war, as well as part of the first visit abroad by Chinese President Xi Jinping since the COVID-19 pandemic and Taiwan tensions. Prime Minister Narendra Modi's attendance was equally meaningful, given that it was the first time he met Mr. Putin since the war and Mr. Xi since the standoff at the Lac in 2020. This was also the first time he came face to face with Pakistan Prime Minister Shehbaz Sharif, and speculation was widespread that he would hold meetings with India's പറഞ്ഞു വരുന്നതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഈ പറയുന്ന ഫോക്കസ്, നല്ല ഫോക്കസ് ബൈലാറ്ററൽ, എന്നിരുന്നാലും ബൈലാറ്ററൽ മീറ്റിംഗ്സ് സൈഡ് ലൈൻസിലാക്കി. അതുകൊണ്ട് ഈ ബൈലാറ്ററൽ ഇതിനെയൊക്കെ ഒന്ന് സൈഡ് ലൈറ്റിലാക്കിപ്പെട്ടുകൊണ്ട് ഫോക്കസ് കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ടായിരുന്നു അല്ലേ. ശരിക്കും പറഞ്ഞാൽ മറ്റ് കൺട്രീസ് തമ്മിലുള്ള ഈ ഇതിനെ ബൈലാറ്ററൽ മീറ്റിംഗ്സിനൊക്കെ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് സൈഡിലോട്ട് മാറ്റി വെച്ചപ്പെട്ടായിരുന്നല്ലോ, അതിനെയൊക്കെ ഇനിയിപ്പോൾ തിട്ടം പിടിപ്പിക്കണം. അതെല്ലാം സൈഡിൽ മാർജിനലൈസ് ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിന് കുറച്ചുകൂടെ ഫോക്കസ് കൊടുക്കാൻ ഇത്തവണത്തെ മീറ്റിങ്ങിന് സാധിച്ചു. ഇതുവരെയുള്ളതൊക്കെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ട് വയ്ക്കുമായിരുന്നു. പക്ഷേ ഇത്തവണത്തെ മീറ്റിങ്ങിന് കുറച്ചുകൂടെ അതിനെ എന്ത് ചെയ്യാൻ പറ്റും? ബിക്കോസ് എന്നിരുന്നാലും കുറച്ചുകൂടെ മോർ ഫോക്കസ് എന്തിനു കൊടുത്തിരുന്നു? സൈഡ് ലൈൻ ചെയ്യപ്പെട്ടിരുന്ന കാര്യത്തിന് കൊടുക്കാൻ പറ്റും. വേറെ ഒന്നും മാത്രമല്ല കൊടുക്കാൻ പറ്റി ഇത്തവണത്തെ മീറ്റിങ്ങിന്. മാത്രമല്ല ഇത്തവണ ഫസ്റ്റ് ടൈമാണ് ഇതുപോലത്തെ ഒരു കോൺഫറൻസ് കുറച്ചുകൂടി ഒരു പ്രാധാന്യം കിട്ടുക. ഇത് പ്രാധാന്യം കിട്ടാനുള്ള കാരണം എന്താ വെച്ചാൽ ആദ്യമായിട്ടാണ് റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിൻ ഉക്രൈൻ വോറിന് ശേഷം ഉക്രൈൻ വോർ മുതൽ ആദ്യമായിട്ടാണ് പുള്ളിക്കാരനെ ഇങ്ങനെ ഒരു കാര്യത്തിലോട്ട് കൊണ്ടുവരിക. മാത്രമല്ല നമ്മുടെ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് COVID-19 തുടങ്ങിയപ്പോൾ മുതലും അന്ന് മുതലും അതുപോലെ തായ്വാൻ ടെൻഷൻ തുടങ്ങി മുതൽ പുള്ളിക്കാരനാണ് ഇതുവരെ എബ്രോഡ് വിസിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ പുള്ളിയുടെയും ഇത് ഫസ്റ്റ് ടൈമാണ് ആഫ്റ്റർ കുറച്ച് കാലങ്ങൾക്ക് ശേഷം, ആഫ്റ്റർ ലോങ് ടൈം എന്ന രീതിയിൽ പറയാം. അത് മാത്രമല്ല
പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഇമ്പോർട്ടന്റ് കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരന്റെ അറ്റൻഡൻസും എല്ലാ ലോകം മൊത്തത്തിലൊന്ന് നോക്കി കണ്ടു വീക്ഷിച്ചു. കാരണം എന്താ വെച്ചാൽ ഇത് ആദ്യമായിട്ടാണ് ഈ പറയുന്ന വോറ് തുടങ്ങിയ പിന്നെ പുടിനെ കാണുന്നത് ആദ്യമായിട്ടാണ്. മാത്രമല്ല ഷിയെ കാണുന്നത് ലാക്കിന്റെ പരിപാടി, ആ ലാക്കിന്റെ കാര്യം സ്റ്റാൻഡ് ഓഫ് നടത്തിയിട്ട് നമ്മൾ അതിനെപ്പറ്റി ലാക്ക് ടെൻഷനെ പറ്റി പറഞ്ഞായിരുന്നേ 2020 കഴിഞ്ഞിട്ട് ഷീനെ ആദ്യമായിട്ട് കാണുന്നത്, മുഖാമുഖം കാണുന്നത് ആദ്യമായിട്ടാണ്. മാത്രമല്ല നമ്മുടെ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഷെഹബാസ് ഷെരീഫിനെ ആദ്യമായിട്ട് കാണുന്നു ആഫ്റ്റർ കുറെ കാലം. എന്താ ഈ മീറ്റിംഗ്, അതും കുറെ നാള് ഇല്ലേ, അതും ഫസ്റ്റ് ടൈമാണ് പുള്ളിയെ മുഖാമുഖം കാണുന്നത്. ഫേസ് ടു ഫേസ് മീറ്റിംഗ് ഫസ്റ്റ് ടൈമാണ്. കാര്യം വളരെ വൈഡ് സ്പ്രെഡ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്, സ്പെക്കുലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ദാറ്റ് ഈ പറയുന്ന പാകിസ്ഥാൻ ഇവരും തമ്മിൽ ഇന്ത്യയും തമ്മിലുള്ള മീറ്റിംഗ് ഹോൾഡ് ചെയ്യപ്പെട്ട് നിർത്തപ്പെടും എന്ന് പറയുന്നുണ്ട് അഡ്വേഴ്സറീസ് അല്ലേ. ഇന്ത്യയുടെ അഡ്വേഴ്സറുമായിട്ടുള്ള മീറ്റിംഗ് ഹോൾഡ് ചെയ്യപ്പെടും എന്നുള്ള പറച്ചിലൊക്കെ ശേഷം പാകിസ്ഥാനുമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തു, അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ ഒരു ചായ്വ് കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അതും ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇതൊക്കെ കൂടി വരുമ്പോൾ ഇച്ചിരി പ്രാധാന്യം അർഹിച്ചു, ലോകം എന്നും ശ്രദ്ധിച്ചു ഇതിനെ. അതാണ് പറയുന്നത്. ഇത്രയും കാലം മൈൻ ചെയ്യപ്പെട്ട സാധനത്തിന് ഇത്തവണ കുറച്ചൊന്നും വെളിച്ചം കണ്ടു എന്നാണ് പറയുന്നത് ഈ മീറ്റിംഗുകൾ കേട്ടോ, SCO കേട്ടോ. അപ്പോൾ while the meetings with Mr. Sharif and Mr. Xi did not materialize, Western capitals focused on his Putin meeting. Mr. Modi opening comment to Mr. Putin that the era of war has entered has been read as an admonition of Russia's war in Ukraine. However, it would be wrong to read Mr. Modi's engagement with Mr. Putin as any kind of public shaming, but rather an expression of concern over the war, something that Mr. Putin said he understands. A day before, Mr. Putin had also said to Mr. Xi that he understood China's concerns, indicating Russia's realization of the need to effect a ceasefire and dialogue. പറഞ്ഞൊരിതാണ്. ഇനി നമുക്ക് ക്രൂഷ്യലായിട്ട് ശ്രദ്ധിക്കാം. വേണമെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടാവുന്ന കുറച്ച് വാക്കുകളെ പറ്റി പറയാം. അപ്പോൾ ഈ മീറ്റിംഗിൽ വെച്ചിട്ട് മിസ്റ്റർ ഷെറീഫ് അല്ലെങ്കിൽ മിസ്റ്റർ ഷിയെ പറ്റി അവരുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ പ്രത്യേകിച്ച് മെറ്റീരിയലൈസ് ചെയ്ത് നമുക്ക് എവിഡന്റ് ആയിട്ട് കാണത്തക്ക കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും വെസ്റ്റേൺ ക്യാപിറ്റൽസ് ഫോക്കസ് ചെയ്ത് എന്തായിരുന്നു, പുടിനും ഇന്ത്യയും തമ്മിലുള്ള മീറ്റിംഗ് ആയിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ഇന്ത്യ ഇങ്ങനെ ഇതിന്റെ കാര്യത്തിൽ ഒന്ന് പബ്ലിക്കായിട്ട് അഡ്രസ്സ് ചെയ്യുന്ന ഉക്രൈൻ റഷ്യ വാറിനെ പറ്റി ഒരു പബ്ലിക്കായിട്ട് അഡ്രസ്സ് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ മിസ്റ്റർ നമ്മുടെ മോദിജിയുടെ ആദ്യത്തെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് തന്നെ ഇതായിരുന്നു, എറ ഓഫ് വാർ ഹാസ് എൻഡഡ്. അങ്ങനെ വാറിന് ഒരു വിരാമമായി, അതങ്ങനെ അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ ഒരു കോമന്റ് പബ്ലിക്കായിട്ട് പറയുമ്പോൾ എങ്ങനെയാണ് ഈ കേൾക്കുന്നവർ എടുക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ്. കാരണം ലോക സംഘടന മൊത്തം ഇത് കേട്ടോണ്ടിരിക്കുകയാണ്, ഇത് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്തെന്ന് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അപ്പോൾ ഇറ്റ് ഹാസ് ബീൻ റെഡ് ആസ് എ ഡിസപ്രൂവൽ ഓഫ് റഷ്യസ് വാർ ഇൻ ഉക്രൈൻ. അതിനെ വേണമെങ്കിൽ നമുക്കൊരു ഡിസപ്രൂവൽ ആയിട്ട് കണക്കാക്കാം അല്ലേ. അതിനെ അതായത് അങ്ങനെ അവസാനം വോർ തീർന്നു എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ഒരു ഡിസപ്രൂവൽ, ഇന്ത്യക്ക് ഇതിനോട് ഡിസപ്രൂവൽ ആയിരുന്നു, റഷ്യയോട് ഡിസപ്രൂവൽ ആയിരുന്നു, റഷ്യയുടെ വോറിനോട് ഡിസപ്രൂവൽ ആണ് എന്നെങ്കിൽ വേണമെങ്കിൽ കാണാലോ. പക്ഷേ അങ്ങനെ കാണുന്നതിന് പകരം however it would be wrong to read Mr. Modi's engagement with Mr. അങ്ങനെ ഒരിക്കലും റീഡ് ചെയ്യാൻ പാടില്ല. കാര്യം അതൊരു പബ്ലിക് ഷെയ്മിംഗ് ആയിട്ട് കാണാൻ പാടില്ല. യു കെൻ നോട്ട് ഡു ദാറ്റ്. അങ്ങനെ ചെയ്യരുത്. അതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കാണാൻ പറ്റില്ല. റാദർ എങ്ങനെ റീഡ് ചെയ്യണം? ഇറ്റ്സ് എൻ എക്സ്പ്രഷൻ ഓഫ് കൺസേൺ ഓവർ ദ വാർ. വാറിന്റെ ഒരു കൺസേൺ, വാറിനെതിരെ ഒരു കൺസേൺ മോദിജി കാണിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. അത് പുടിൻ പറയുകയും കൂടി ചെയ്തു. ഹി അണ്ടർസ്റ്റാൻഡ്സ്, പുള്ളിക്ക് അത് മനസ്സിലാവുകയും ചെയ്തു. കാര്യം ഡേ ബിഫോർ, അത് മാത്രമല്ല ഇതിനു മുമ്പ്, ഈ മീറ്റിംഗിന് മുൻപ് ഷീ ജിൻപിങ്ങുമായിട്ട് പുടിൻ കണ്ടിട്ട് പുടിൻ പറഞ്ഞു ഹി അണ്ടർസ്റ്റുഡ്. പുടിൻ പറഞ്ഞു ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ചൈനയുടെ കൺസേൺസ് മനസ്സിലാവുന്നുണ്ട്, റഷ്യയുടെ ഈ ഒരു ഇതിനനുസരിച്ച് ചൈനയുടെ കൺസേൺസ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം റഷ്യക്ക് റിയലൈസ് ചെയ്തു ദ നീഡ് ടു എഫക്ട് സീസ് ഫയർ, ഡയലോഗും സീസ്ഫയറിന്റെ ആവശ്യമുണ്ട് എന്ന് റഷ്യക്ക് മനസ്സിലായി. റഷ്യ അത് ചൈനയുടെ കൺസേണിനെ റെസ്പെക്ട് ചെയ്യുന്നു എന്ന രീതിയിൽ ആയിട്ടൊരു സംസാരവും നടന്നിരുന്നു. അപ്പോൾ കാര്യം പറഞ്ഞാൽ പുടിൻ ഇത് മനസ്സിലായി, തലയ്ക്ക് ബോധം വന്നു, ഒരു വെളിവ് വന്ന് പുള്ളിക്കാൻ ഓക്കെ ആണ് ഇതിനോട്. അതുകൊണ്ട് അതിൽ പ്രശ്നമില്ല. ഇതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞു തീർക്കുന്നത്. ഇനി നമുക്ക് നോക്കാം അടുത്ത പാരഗ്രാഫിൽ എന്താണ് പറയുന്നത് നോക്കാം. India now comes into prominence as chair of SCO and is making preparations for next year's SCO summit ahead of the G20 summit in New Delhi. India needs to ensure the participation of all SCO members, including China and Pakistan, despite the tensions, which will entail some diplomatic elbow grease by External Affairs Minister S. Jaishankar in the next few months. Beginning this week at the UN General Assembly, India's pitch to the SCO for connectivity with the Eurasian region hinges on its development of Chabahar port through Iran and traversing US sanctions while still competing with the China-Pakistan-backed transit. പറഞ്ഞു വരുന്നത് ഇന്ത്യക്ക് ഇത് വലിയൊരു ക്രൂഷ്യലായൊരു മൊമെൻ്റ് ആണ്. കാര്യം ഇന്ത്യ ഇപ്പോൾ വളരെ ഇന്ത്യ ഫെയിമിലോട്ട്, ഇന്ത്യ അങ്ങ് ഫേമസ് ആയി.
ഇന്ത്യ എന്തിൻ്റെ കാര്യത്തിലാണ് ഫേമസ് ആയി? ഇന്ത്യയാണ് അടുത്ത ഇതിനെ ചെയർ ചെയ്യുന്നത്, ഹെഡ് ചെയ്യുന്നത്. അടുത്ത SCO സമ്മിറ്റ് വരാൻ പോകുമ്പോൾ അടുത്ത ഓർഗനൈസേഷൻ്റെ കൗൺസിലിനെ ഹെഡ് ചെയ്യാൻ പോകുന്ന ഇന്ത്യയാണ്. അപ്പം തന്നെ ഇന്ത്യക്ക് പ്രോമിനൻസ് കിട്ടി. ഇന്ത്യയെ ഇനിയിപ്പോൾ ലോകം ഒന്ന് നോക്കിക്കാണും. അപ്പോൾ ഇന്ത്യയുടെ മുമ്പിലുള്ള പ്രതിസന്ധി ഓർ വാട്ട് ആർ ദ റെസ്പോൺസിബിലിറ്റീസ് ദാറ്റ് ഇന്ത്യ ഹാസ്. അപ്പോൾ പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തണം അല്ലേ? അടുത്ത SCO മീറ്റിങ്ങിനുള്ള പ്രിപ്പറേഷൻ ഇന്ത്യ നടത്തണം. അതിനുവേണ്ടി അത് G20 സമ്മിറ്റ് ഉണ്ട് ഈ പറഞ്ഞ ന്യൂഡൽഹി വരുന്നത്, അതിന് മുമ്പേ ഈ പ്രിപ്പറേഷൻ നടത്തി വെക്കണം. ഇല്ലെങ്കിൽ ഇന്ത്യക്ക് വലിയ പ്രതിസന്ധിയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, എല്ലാ SCO മെമ്പേഴ്സിൻ്റെയും പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തണം അല്ലേ? അതിപ്പോൾ ചൈനയും പാകിസ്ഥാനും ഉൾപ്പെടുന്ന എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളത് ഇന്ത്യയുടെ വലിയൊരു ഉത്തരവാദിത്തമുണ്ട്, റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ചൈനയും പാകിസ്ഥാനും അവിടെ വരണം, SCO മെമ്പേഴ്സ് ആണല്ലോ അവർ. അതുകൊണ്ട് മാത്രമല്ല ഇതിനു വേണ്ടിയിട്ട് കുറച്ച് ഡിപ്ലോമാറ്റിക് എൽബോ ഗ്രീസ്, ഹാർഡ് വർക്കിൻ്റെ ആവശ്യമുണ്ട്. നമ്മുടെ എക്സ്റ്റേണൽ മിനിസ്റ്റർ ജയശങ്കർ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. കാര്യം ഇല്ലെങ്കിൽ പിന്നെ ഇന്ത്യയും പാകിസ്ഥാനെയും കൂടെ ഒരുമിച്ച് കൊണ്ടുവരണമല്ലോ. മാത്രമല്ല ഇന്ത്യയും ചൈനയും കൂടെ ഒരുമിച്ച് കൊണ്ടുവരണമല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജയശങ്കറിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പരിപാടികളാണ്. അടുത്ത് മാത്രമല്ല ഈ വീക്കിൽ നെക്സ്റ്റ് ഫ്യൂ മന്ത്സിനുള്ളിൽ ഇത് ചെയ്ത് തീർത്തിരിക്കണം. കാരണം വെച്ചാൽ ഈ വീക്കിൽ വരുന്നുണ്ട് UN ജനറൽ അസംബ്ലി വരുന്നുണ്ട്. അവിടെ മുതൽ ഇതിൽ തന്നെ തുടങ്ങുക. ഫസ്റ്റ് അവിടെ തന്നെ പ്രയോറിറ്റി കൊടുക്കുക, അവിടെ തന്നെ ഇത് അഡ്രസ്സ് ചെയ്ത് തുടങ്ങുക. മാത്രമല്ല ഇന്ത്യ മുന്നോട്ട് വെക്കേണ്ട പിച്ച് എന്തായിരിക്കണം? കണക്ടിവിറ്റി ആയിരിക്കണം. യൂറേഷ്യൻ രാജ്യങ്ങളോടുമായിട്ടുള്ള റീജിയനുമായിട്ടുള്ള കണക്ടിവിറ്റി ആയിരിക്കണം. അതാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഇന്ത്യയുടെ ഇത് കേട്ടോ, ഇന്ത്യയുടെ കാര്യങ്ങളൊക്കെ ഡെവലപ്മെന്റ്. അതിന് മാത്രമല്ല അതിനെ പിച്ചിങ് ചെയ്യുമ്പോൾ അത് ഈ ഡെവലപ്മെന്റ് എന്തിനെ ബേസിസ് ചെയ്തിട്ടുണ്ടിരിക്കും? ചബഹാർ പോർട്ട് ഉണ്ടല്ലോ, ഇറാനിലോട് ട്രാവേഴ്സ് ചെയ്യുന്ന ചബഹാർ പോർട്ടിന്റെ ഡെവലപ്മെന്റ് അല്ല, അതിന്റെ ആ പോർട്ടിന് തുറന്നു കൊടുക്കുന്ന ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ പോർട്ടിനോടുള്ള ഇറാനിലോടുള്ള മാത്രമല്ല അതിലോട്ട് ട്രാവേഴ്സ് ചെയ്യാനുള്ള UN സാക്ഷൻസ് ഉണ്ട്, പീനലൈസ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്രൂവൽ വേണം അത്. അപ്പോൾ അപ്രൂവലിന് വേണ്ടിയിട്ടുള്ള കാര്യം ഇന്ത്യ ഉറപ്പുവരുത്തുക എന്നുള്ളത് അവിടെ തുടങ്ങുവാണ് ഇന്ത്യയുടെ ഡെവലപ്മെന്റ്. യൂറേഷ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ ഡെവലപ്മെന്റിനെ ബേസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ചബഹാർ പോർട്ട്. അത് ഇറാനിലൂടെയും ട്രാവേഴ്സ് ചെയ്ത് പോകുന്ന ഒരു കാര്യമാണ്. അതിൽ UN സാക്ഷൻസ് ഉണ്ട് അതിൻ്റെ കാര്യം. കാരണം ഇറാനും US തമ്മിൽ നല്ലൊരു ഐക്യത്തിലല്ല. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇന്ത്യക്ക് മുമ്പിൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നിൽക്കുന്നുണ്ട്. കുറച്ച് ക്രൂഷ്യൽ കാര്യമാണ് ഈ ഇന്ത്യയെ സംബന്ധിച്ചുള്ളത്. ഇത് മാത്രമല്ല അതേ സമയത്ത് ചൈന പാകിസ്ഥാൻ ബാക്ക്ഡ് ട്രാൻസിറ്റ് ഇന്ത്യക്ക് വലിയൊരു പ്രശ്നമാണ് ഗ്വാഡാറിൽ ഉള്ളത്. അപ്പം അത് ചൈന ഈ പറയുന്ന പോലെ നമുക്ക് ചൈന പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്യപ്പെട്ട ട്രാൻസിറ്റ് ഉണ്ട് ഗ്വാഡറിൽ. അതും പിന്നെ മാത്രമല്ല ടെററിസത്തിനെ സംബന്ധിച്ചിടത്തോളം ഓൺ ടെററിസം ഇന്ത്യ will have to ensure the SCO walks the talk on building a new consolidated list of terrorist groups, an area where it is frequently thwarted by China. Meanwhile, New Delhi will also have to balance its ties, keeping Western partners in the Quad and other groupings reassured, especially as the polarization between the US-EU coalition and a Russia-China-led combine continues to grow. അപ്പോൾ ഇന്ത്യയുടെ മുമ്പിൽ വലിയ റെസ്പോൺസിബിലിറ്റി വരിക. കാരണം വെച്ചാൽ ടെററിസത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ത് ചെയ്യണം? ടെററിസം എന്ന് പറയുന്നത് ഇന്ത്യ എപ്പോഴും ആന്റി ടെററിസം അല്ലെ, ടെററിസത്തിനെതിരാണ്, കൗണ്ടർ ടെററിസത്തിന്റെ ഫാക്റ്റാണ്. പക്ഷെ അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഈ പറയുന്ന SCO ടോക്സ് നമ്മൾ നടത്തുമ്പോൾ അല്ലെ, SCOയോട് പറയണം നമ്മളത് ഉറപ്പുവരുത്തണം. ഇറ്റ് മസ്റ്റ് ബി ഡൺ അല്ലെ, പറയുന്ന സാധനം ഡൺ നടപ്പിലാക്കണം. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? എല്ലാ SCO കൺട്രീസും കൂടെ ഒരുമിച്ച് നിന്നിട്ട് ഒരു കൺസോളിഡേറ്റഡ് ലിസ്റ്റ് കൊണ്ടുവരണം. എന്തിൻ്റെ? ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ ഇറക്കണം. എന്നിട്ട് അതിനെതിരെ അവർ പ്രവർത്തിക്കണം അല്ലെ. അതിപ്പോൾ പലതവണയും നമ്മളതിനെ ശ്രമിക്കുമ്പോൾ ഈ ചൈന അതിനെ അങ്ങ് അടയ്ക്കുവാണ് അല്ലേ, ത്വാട്ട് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രിവെൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനെ ഒന്ന് ഫോക്കസ് ചെയ്ത് ചൈനയെ ഒന്ന് ഉഷാറാക്കി ചൈനയെ വഴക്കുണ്ടാക്കാതെ കണക്ട് ചെയ്ത് കൊണ്ടുപോകണം എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റിയാണ്. അത് ചൈനയുടെ മുമ്പിൽ ഇന്ത്യയുടെ മുമ്പിൽ വലിയ പ്രതിസന്ധിയാണ്. മാത്രമല്ല ന്യൂഡൽഹിക്ക് ഒരുപാട് ടൈസിനെ ബാലൻസ് ചെയ്യാനുണ്ട്. ഒരുപാട് പേരെ ടൈസ് ബാലൻസ് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെസ്റ്റേൺ പാർട്ട്നേഴ്സിനെ കീപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കണം അല്ലേ, ക്വാഡിൽ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. മാത്രമല്ല അതർ ഗ്രൂപ്പിങ്സിനെ റീഷുർ ചെയ്യണം. ക്വാഡിനെ മാത്രമല്ല മറ്റ് ഗ്രൂപ്പ് ഉള്ളവരെ ആൾക്കാരെയും ഒരുമിച്ച് കൂടെ നിർത്തണം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഈ യൂറോപ്യൻ യൂണിയനും US രണ്ട് അവരുടെ കൊളിഷൻ ഉണ്ടല്ലോ, ആ കൊളിഷൻ ബിറ്റ്വീൻ അവരുടെ അവർക്ക് രണ്ട് പൊളാരിറ്റിയിൽ അവർ നിൽക്കുന്നത്, രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുക. അത് അവരും അവരുടെ അല്ലേ, US-ഉം EU കൂടെ റഷ്യക്കെതിരായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് EU-കാർ യൂറോപ്യൻ യൂണിയനും US കൂടെ ഒരുമിച്ച് ചേർന്ന് റഷ്യക്കെതിരെ പിനലൈസ് ചെയ്ത് അല്ലേ ഇന്ത്യയെ എന്താണ് നമ്മുടെ വേൾഡ് ബാങ്കിന്റെ കാര്യത്തിൽ നിന്നൊക്കെ അവരെ മാറ്റി നിർത്തിയില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ അവരെയും അതുപോലെ റഷ്യ ചൈന ലെഡ് കമ്പൈൻ അവരോട് ഒരുമിച്ച് നിൽക്കുന്നവരെയും കൂടെ ഒരുമിച്ച് നിർത്തണം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ള പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ ടൈറ്റ് റെസ്പോൺസിബിലിറ്റി. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഗ്രേറ്റർ വൺ. അപ്പം ഇത് വളരെ അനലിറ്റിക്കലായ ഒരു ആർട്ടിക്കിളാണ്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഇന്ത്യയുടെ മുമ്പിലുള്ള പ്രതിസന്ധി ഇനി എന്താ വെച്ചാൽ അടുത്ത വരുന്ന SCO ഇത് ആരാ ചെയ്യാൻ പോകുന്നത്? ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ചെയർ ചെയ്യാൻ പോകുന്നത് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യക്ക് മുമ്പിലുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കും. ഇറ്റ്സ് സോ മച്ച് ഇൻഫോർമേറ്റീവ് എന്ന് തന്നെ പറയാം. അനലിറ്റിക്കലാണ്, അതേപോലെ നിങ്ങൾക്ക് ഇതിനെ ഇൻഫോർമേറ്റീവ് എന്ന് പറയാം. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ നിങ്ങൾക്ക് ജനറൽ അവയർനെസ് കിട്ടിക്കാണും. ക്ലിയർ ആയെങ്കിൽ ഒരു തംസപ്പ് ഇടാം കേട്ടോ. ക്ലിയർ ആയെങ്കിൽ ഒരു തംസപ്പ് ഇട്ടു. ഓക്കെ.
ഓക്കെ, ക്രോസ് ഹെയർസ് എന്നാണ് പറഞ്ഞേ, എന്താണെന്നാണ് ചോദിച്ചത്? ക്രോസ് ഹെയർസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ എന്താ പറയുക, അതൊരു പ്രത്യേകിച്ച് എക്സ്പ്രഷനാണ്. നമ്മളീ പറഞ്ഞ ഗൺഫയർ നിന്നൊരു പ്രതിസന്ധിയിൽ നിൽക്കുക എന്ന് പറയില്ലേ, പ്രതിസന്ധി നിൽക്കുക എന്ന് പറയില്ല. ക്രോസ് ഹെയർസിലാണ് ഞാൻ നിൽക്കുന്നത്, ഞാനൊരു പ്രതിസന്ധി നിൽക്കുക, എന്താണ് വെടിയുണ്ടയുടെ മുൻപിൽ നിൽക്കുക എന്ന് പറയില്ലേ, തോക്കിൻ്റെ മുൻപിൽ നിൽക്കുക എന്ന് പറയില്ല, അതാണ് ക്രോസ് ഹെയർസ് കേട്ടോ, അതാണ് ക്രോസ് ഹെയർസ്. ഞാനത് നോട്ടിലിട്ട് തന്നേക്കാം, എക്സ്പ്രഷൻ ഇട്ട് തന്നേക്കാം. ഓക്കെ, ഹായ് ഹവായ് മോളെ, ഗുഡ് മോർണിംഗ്. യെസ് 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 യെസ്, ക്ലിയർ എന്നു. സാറ്റർഡേ റിപ്ലൈ തരാൻ പറ്റിയില്ല മാം. എവറിത്തിങ് ഇസ് ഫ്രീ ഇൻ ശോഭ അക്കാഡമി ആൻഡ് ശോഭ ഐക്കൺ. ആണോ? ഫുഡ് അക്കോമഡേഷൻ, സ്റ്റഡി മെറ്റീരിയൽസ്, ഇൻഫോർമേഷൻ, യൂണിഫോം, ബാഗ്, ഷൂസ്, PN മെനൻ ഇസ് ഡൂയിങ് ദാറ്റ് ആസ് എ പാർട്ട് ഓഫ് CSR. ആണോ അഭിനയ? ദാറ്റ്സ് ഗ്രേറ്റ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതെനിക്കറിയില്ലായിരുന്നു കേട്ടോ. പാലക്കാടാ? ഓക്കെ, എന്നാൽ പിന്നെ അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കണമല്ലോ. താങ്ക് യു. വെൻ മൈ റിലക്റ്റന്റ് മൈൻഡ് പുൾ മീ ബാക്ക്, മൈ ഡ്രീം എംബോൾഡൻ മീ. വെൻ മൈ റിലക്റ്റന്റ് മൈൻഡ് പുൾ മീ ബാക്ക് അല്ല കേട്ടോ വിപിൻ, വെൻ മൈ റിലക്റ്റന്റ് മൈൻഡ് പുൾസ് മീ ബാക്ക്, മൈ ഡ്രീം എംബോൾഡൻസ് മീ കേട്ടോ. പിന്നെ ഐ എംബോൾഡൻ മൈ കിഡ്സ് ഗ്രേറ്റ്. മൊബൈൽ ഫോണിലൂടെ കംപ്രസ് ചെയ്യാൻ കഴിയുമോ? പറ്റും. കംപ്രഷൻ മൊബൈൽ ഫോണിലൂടെ പറ്റില്ല എനിക്ക് തോന്നുന്നു. ആപ്പ് എന്തോ വേണം KP കുട്ടൻ, അതിന് ആപ്പ് ഉണ്ട്. ലാപ്ടോപ്പ് ഉപയോഗിച്ചോ നീ കേട്ടോ. കംപ്രസ് ചെയ്യാൻ ലാപ്ടോപ്പാണ് ഏറ്റവും നല്ലത് കേട്ടോ, അതാണ് നല്ലതേ. യെസ്, പോവാം. അപ്പോൾ നമുക്ക് ഈസി ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് റെക്കോർഡ് വീഡിയോ കിട്ടും. 900 റുപ്പീസ് ഇപ്പോൾ ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ട്, ഇംഗ്ലീഷ് ബേസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് റീമ മിസ്സിനോട് ചോദിക്കാം. കോഡ് Y314. SSCയുടെ പഴയ ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പഴയ ബാച്ചിൽ ജോയിൻ ചെയ്യാം. 2.0 നവംബർ മാസം കൊണ്ട് തീരും. അപ്പം Y314 2200 റുപ്പീസിനുള്ളിലാണ് പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക, പുതിയ ബാച്ച് നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കാം കേട്ടോ. ഇനി കഴിഞ്ഞ ദിവസം ക്വസ്റ്റൻ ഇതായിരുന്നു, ഈസ് ദർ എനി പോയിന്റ് ഇൻ ഗോയിങ് ആഫ്റ്റർ ലെയ്മൻ വോയിസിംഗ് ദർ ഡിസെൻചാൻമെന്റ് വിത്ത് ജുഡീഷ്യൽ റോങ് ഡൂയിങ്? ഇതായിരുന്നു ക്വസ്റ്റൻ. നോക്കിയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റനിലെ എറർ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. ക്യാൻ ഐ ഗെറ്റ് യുവർ ആൻസേഴ്സ് പീപ്പിൾ? ഒന്ന് നോക്കിക്കേ, ആൻസർ പറ. വേഗം നോക്കിയിട്ട് ആൻസർ പറഞ്ഞേ, ചടപടാ പറ. ഓക്കെ, വേഗം. KP കുട്ടൻ, റിജിൻ സാർ എന്നോട് പറഞ്ഞു നീ ഇത് സ്ഥിരം പരിപാടിയാണ്. അവിടെ ചെന്ന് എൻ്റെ കോഡ് പറയാ, ഇവിടെ ചെന്ന് റിജിൻ സാറിൻ്റെ കോഡ് പറയാ. നീ കൊള്ളാലോടാ ഗൊച്ച് ഗള്ള. ഓക്കെ, പറ പിള്ളേരെ. ഈസ് ദർ എനി പോയിന്റ് ഇൻ ഗോയിങ് ആഫ്റ്റർ laymen voicing the disenchantment with judicial review? ആൻസർ കിട്ടുമോ? ലെറ്റ് മീ ഗെറ്റ് ഇറ്റ്. ഒന്ന് ആൻസർ പറയും പിള്ളേരെ. ആൻസർ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ പറയാം. ഓക്കെ, ഉണ്ടോ? ഇവിടെ നോവർ ക്വസ്റ്റനാ. ആദ്യമായിട്ട് ഞാനൊരു നോവർ ക്വസ്റ്റൻ ഇട്ടു. ശരിക്കും പറഞ്ഞാലേ എനിക്ക് പറ്റിയ അബദ്ധം കേട്ടോ. ഞാനിത് നോവർ ഇടാൻ വേണ്ടി ഇട്ടതല്ലേ. എന്നാ പറ്റി വെച്ചാൽ നോവറാണ്. കാര്യം എന്നറിയോ, ഞാനിത് നോവർ ഇടാൻ വേണ്ടി ഇട്ടതല്ല. ഞാനിവിടെ ഇങ്ങനെ ഇടാനിരുന്ന ഈസ് ദർ എനി പോയിന്റ് ഇൻ ഗോ ആഫ്റ്റർ എന്നിടാൻ വേണ്ടി ഇരുന്നാണേ. അങ്ങനെ ഇടാനിരുന്ന. അപ്പോൾ ഞാൻ പക്ഷേ ടൈപ്പ് ചെയ്തതിൻ്റെ ഇടയ്ക്ക് ധൃതിയിൽ മറന്നുപോയി. ഈസ് ദർ എനി പോയിന്റ് ഇന്ന് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് വരണ്ടേ, ജെറണ്ട വരണ്ടേ, അപ്പോൾ ഗോ വരാൻ പറ്റില്ല. അങ്ങനെ കട്ട് ചെയ്ത് പറയാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കെന്ത് പറ്റി? അബദ്ധം പറ്റി. ഈസ് ദർ എനി പോയിന്റ് ഇൻ ഗോയിങ് ആഫ്റ്റർ laymen. laymenന്റെ പുറകെ പോകുന്നതിന് എന്തെങ്കിലും കാര്യമുണ്ടോ? വോയിസിംഗ് ദർ ഡിസെൻചാൻമെന്റ് വിത്ത് ജുഡീഷ്യൽ റോങ് ഡൂയിങ്. ദാറ്റ് ഇസ് എ നോ എറർ ക്വസ്റ്റൻ. ഇൻ വേണം കേട്ടോ. ഓക്കെ, ഒരു വഴക്ക് മറലുമ. തെറ്റ് തിരുത്തി പോകുന്നല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. വി ആർ ഇൻ ദ ലോങ് പ്രോസസ് ഓഫ് ലേണിംഗ് കേട്ടോ. പിടിച്ചോ, എൻ്റെ അബദ്ധമാണ് പിള്ളേരെ, എൻ്റെ മാത്രം അബദ്ധം. അടുത്ത പിടിച്ചോ. റഷ്യ വുഡ് ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു റീറ്റെയിൻ ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഇൻ സെൻട്രൽ ഏഷ്യ ആൻഡ് കൊക്കേഷ്യസ് ഇഫ് ഇറ്റ് കണ്ടിന്യൂസ് ടു ഇഗ്നോർ അർമേനിയ. ഇതാണ് ക്വസ്റ്റ്യൻ. ടേക്ക് എ സ്ക്രീൻഷോട്ട്. ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യണം? നിങ്ങൾ എനിക്ക് കോമന്റ് സെക്ഷൻ തരണം. സ്ക്രീൻഷോട്ട് എടുത്തോളൂ. അപ്പോൾ ലെറ്റ്സ് മൂവ്. നമ്മുടെ 2 ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ 2 ടെലിഗ്രാം ചാനൽ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എപ്പോഴും നോട്ടിഫിക്കേഷൻസ് കിട്ടും. ഒന്നും മിസ് ഔട്ട് ആവരുത്. നോട്ട്സ്, അതുപോലെ ക്വിസസ്, മോക്ക് ടെസ്റ്റുകളൊക്കെ മോക്ക് ടെസ്റ്റുകളെ പറ്റിയൊക്കെ അറിയണമെങ്കിൽ യു ഹാവ് ടു ബി അവെയർ. അപ്പോൾ 2 ടെലിഗ്രാം ചാനലുണ്ട്. KPSC ഷുവർ ഷോർട്ട് സെലക്ഷൻ, അല്ലെങ്കിൽ രണ്ടാമത് സെൻട്രൽ എക്സാംസിന്റെ Adda247 കേരള സെൻട്രൽ എക്സാംസ്. 2 ടെലിഗ്രാം ചാനലും ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.
കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട. കോമന്റ് സെക്ഷനിൽ ആൻസേഴ്സ് ഇടുക. നിർബന്ധമായിട്ടും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, സജഷൻസ് ഉണ്ടെങ്കിൽ പുട്ട് ഫോർവേഡ് ചെയ്യാം. അതുപോലെ തന്നെ ഷെയർ ഇറ്റ് എമംഗ് മാക്സിമം. മറ്റുള്ളവരോടൊക്കെ എത്തിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, നിങ്ങളുടെ റിലേറ്റീവ്സ്, നിങ്ങളുടെ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി എല്ലാവരോടും എത്തിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. ടെലിഗ്രാമിൽ ചാറ്റ് ചെയ്യാൻ പറ്റുന്നല്ലോ. ടെലിഗ്രാം ചാനൽ അല്ലേടാ, അതുകൊണ്ടാണ്. ഇറ്റ്സ് ചാനൽ, ഇറ്റ്സ് നോട്ട് ഗ്രൂപ്പ്. നിനക്ക് ചാറ്റ് ചെയ്യണ്ട, നിനക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നോട് ചോദിച്ചോ. യു ക്യാൻ ജസ്റ്റ് ലുക്ക് അറ്റ് ടെലിഗ്രാം. റിന്റു സെബാസ്റ്റ്യൻ കൊടുത്താൽ തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ താങ്ക് യു എവറി വൺ. ബൈ, ടേക്ക് കെയർ. സുഖമായിട്ടിരിക്കുക, ഉഷാറായിട്ടിരിക്കുക. ഹാവ് എ ഗുഡ് ഡേ.